الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم صدق الله المولانا العلي العظيم إن أمتي يدعون يوم القيامة غرا محجلين من آثار الوضوء قال نبينا وشفيعنا وسيدنا مصطفى محمد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم فلموا يا أمة محمد صلى الله عليه وسلم കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസ്മാന ചിതലും പുഴുക്കളും തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ
ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, ഈ വേദിയിൽ പവിട്ടരായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ബാപ്പമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം ഒരു സ്വാലിഹായ അമലാക്കി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, രോഗികളായി കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ മറ്റുമായി വല്ലാത്ത രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് വല്ലാത്ത ക്ലേശത്തോടെ, പരിഭ്രമത്തോടെ, പേടിയോടെ, ഭയത്തോടെ ജീവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച പടപ്പുകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഒരു വിഭാഗമാണ് ഞാനും നിങ്ങളും മനുഷ്യര് എന്ന് പറയുന്നത്. മറ്റുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ജീവജാലങ്ങളിൽ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ വിവേകബുദ്ധിയും ചിന്താശേഷിയും വികാരവും എല്ലാം ഒത്തിണങ്ങിയിട്ട് വളരെ ഭംഗിയായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാകുന്ന നാം ഓരോരുത്തരെയും അല്ലാഹു പടച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് നമ്മൾ നോക്കിയാൽ അല്ലാഹുവിൻ്റെതായ പടപ്പുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് മനുഷ്യനെ പടച്ചിരിക്കുന്നത് അഹ്സനു തഖ്വീം, വളരെ നല്ല രൂപത്തിലാണ്. എല്ലാ വിഭാഗത്തിനേക്കാളും എല്ലാ വർഗങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭംഗിയായി പടച്ചിരിക്കുന്നത് അല്ലാഹുവേ അവിടുന്ന് മനുഷ്യന്മാരെയാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വികാര ചിന്തകളെ കൊടുത്തതിന്റെ പേരിൽ അവന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം. അവന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരും, ഒരുപാട് പോരായ്മകൾ വരും. അല്ലാഹുവിൻ്റെതായ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നുണ്ട്, മനുഷ്യന്മാര് വ്യത്യസ്തമാണ്. ഇന്നൽ ഇൻസാന ലമുതഗയ്യിറുൻ, എല്ലാ മനുഷ്യന്മാരും അവിടുന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ, ഒരുപാട് പോരായ്മകൾ അവിടുന്ന് സംഭവിക്കുമെന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, തന്റെ ദാസന്മാരെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, യാ ഇബാദി الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. അല്ലാഹുവേ അവിടുന്ന് പറയുകയാണ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുകയാ. എന്റെ മുന്നിൽ നിൽക്കുന്ന വാപ്പമാരോട്, ഉമ്മമാരോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിൽ എത്രത്തോളം തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട് അവിടുന്ന് പറയുകയോ, രാപന്തില്ലാതെ പകലെന്നില്ലാതെ അല്ലാഹുവേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അവിടുന്ന് സംഭവിക്കുകയാണ്. അല്ലാഹുവേ കണ്ണുകൊണ്ട്, കാലുകൊണ്ട്, ചിന്ത കൊണ്ട് നിന്റെ ജീവിതത്തിലോ നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ കൊണ്ട് അല്ലാഹുവേ അവിടുന്ന് തെറ്റുകൾ സംഭവിക്കുകയാണ്. ആ തെറ്റുകൾ അവിടുന്ന് സംഭവിക്കുമെന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ എല്ലാ ആദം സന്തതികൾക്കും അവിടുന്ന് തെറ്റുകൾ സംഭവിക്കുകയാണ്. എല്ലാവർക്കും അവിടുന്ന് തെറ്റുകൾ സംഭവിക്കുകയാണ്. തെറ്റുകൾ സംഭവിക്കാത്തൊരു മനുഷ്യൻ പോലും ഇല്ലടോ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, കുല്ലു ബനി ആദമൻ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഇ അത്തവാബൂൻ. എല്ലാ ആദം സന്തതികളും അവിടുന്ന് പാപികളാണ്. പാപികളല്ലാത്ത മനുഷ്യന്മാരില്ല. എന്നാൽ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും നല്ല പാപം ചെയ്യുന്നവൻ ആരാണെന്നറിയുമോ? ഏറ്റവും നല്ല പാപം ചെയ്യുന്നവൻ ആരാണെന്നറിയുമോ? ഖൈറുൽ ഖത്താഇ അത്തവാബൂൻ.
മുന്നിലേക്ക് വന്നുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുന്നവനോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവേ രഹസ്യമായി പരസ്യമായി അറിഞ്ഞുകൊണ്ട് അറിവില്ലാതെ കൊണ്ടോ ജീവിതത്തിൽ വന്നുപോയതായ തെറ്റുകുറ്റങ്ങളോ അല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് തൗബ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കാണ് അല്ലാഹു വല്ലാത്ത പദവി എവിടുന്ന് ലഭിക്കുകയോ, വല്ലാത്ത പദവി എവിടുന്ന് ലഭിക്കുകയാണ്, വല്ലാത്ത ദർജ എവിടുന്ന് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടുന്ന് പറയുന്നത്, ഏത് തെറ്റുകളാണോ നിന്റെ ജീവിതത്തിൽ എവിടുന്ന് സംഭവിച്ചു പോയത്, ആ തെറ്റുകൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് തൗബ ചെയ്യാറ് ഒരു മടിയും വേണ്ടടാ ചെറുപ്പക്കാരോ, ഒരു മടിയും വേണ്ടടാ പൊന്നുമോര്. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിനോട് നിങ്ങൾ അവിടുന്ന് തൗബ ചെയ്യൂ. അലാ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ അക്രമങ്ങൾ പ്രവർത്തിച്ചവര്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകരുത്. അല്ലാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമായതാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഓടിപ്പോകരുത്. കാരണം അല്ലാഹു ആരാണെന്നറിയുമോ? അല്ലാഹു ആരാണെന്നറിയുമോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു ഇവിടുന്ന് പുറത്തു തരികയോ, എല്ലാ പാപങ്ങളും അല്ലാഹു അവിടുന്ന് പുറത്തു തരുകയാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, എനിക്ക് തൗബയുണ്ടോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അല്ലാഹുവേ യുവത്വത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അതാ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളോട് ഇവിടെ ഒന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ അവിടുന്ന് ചെയ്തു പോയ നബിയെ, എനിക്ക് തൗബയുണ്ടോ നബിയെ? റസൂലുള്ളാഹി തങ്ങളോട് അവിടെ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, നിനക്ക് തൗബയുണ്ടടാ ചെറുപ്പക്കാരോ, നിനക്ക് അവിടുന്ന് തൗബയുണ്ടടാ ചെറുപ്പക്കാരോ. അല്ലാഹുവിന്റെ പ്രവാചകരോട് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും നബിയേ, ഞെട്ടിപ്പോകും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് പറയുകയാണ്, എന്ത് പാപങ്ങളാണ് നീ ചെയ്തെന്ന് പറഞ്ഞാൽ ആ പാപങ്ങൾ അല്ലാഹു തആല അവിടുന്ന് പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. ആ ചെറുപ്പക്കാരനായ യുവാവ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തെറ്റെന്താണെന്നറിയുമോ? ഞാനൊരു പെണ്ണിനെ അവിടുന്ന് സ്നേഹിച്ചായിരുന്നു നബിയേ, ഞാനൊരു പെണ്ണിനെ അവിടുന്ന് സ്നേഹിച്ചായിരുന്നു നബിയേ. ആ പെണ്ണുമായിട്ട് ഞാൻ വല്ലാത്ത സ്നേഹത്തിലായിരുന്നു. എന്നാൽ അവളോട് ഞാൻ ഇക്കതാ ഒരു സമയത്ത് അവിടുന്ന് ആഗ്രഹം തോന്നുകയാണ്, അവളോട് എനിക്കൊരാഗ്രഹം അവിടുന്ന് തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുകയോ, ഒരു ദിവസം അവിടുന്ന് അവളെ എനിക്ക് തരത്തിലതാ അവിടുന്ന് കിട്ടുകയാണ്. ആ സമയത്ത് അവളോട് അല്ലാഹുവേ അവിടുന്ന് ബന്ധപ്പെടാറ്, അവളോട് ശാരീരികമായി ബന്ധപ്പെടാൻ ഞാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അവളോട് ഞാൻ അവിടുന്ന് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ശാരീരികമായി ബന്ധപ്പെടുകയാണ്. വ്യഭിചരിച്ചു നബിയേ, വ്യഭിചരിച്ചു നബിയേ. അല്ലാഹു തആല അവിടുന്ന് പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് പറയുകയാണ്, ലാ തഖറബു സിനാ ഫഇന്നഹു ഫാഹിശത്തുൻ വസാഅ സബീലാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞതാണല്ലോ, വ്യഭിചാരത്തിന്റെ വഴിയിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കുക പോലും ചെയ്യരുത്. ഏറ്റവും മോശമായ വഴിയാണ്, ഏറ്റവും മോശമായ വഴിയാണ്. ആ പാതയിൽ കൂടിയാണ് ഞാൻ സഞ്ചരിച്ചത് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്കോ ആ ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോ, ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നത് പോലും എന്താണ്? വെറും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നു നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്? ഈ അടുത്തല്ലേ മലപ്പുറത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണവിടുന്നതാ ഗർഭിണിയായിരിക്കുകയോ? വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് ഗർഭിണിയായിരിക്കുകയാണോ? തന്റെ കൂടെ പഠിക്കുന്നതായ ചെറുപ്പക്കാർ, തന്റെ കൂടെ പഠിക്കുന്നതായ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനാണ് കാരണക്കാരൻ. തന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ അവനാണ് കാരണക്കാരനെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നമോള് ആ കുടുംബത്തിലുള്ള വാപ്പയും ഉമ്മയും അവിടുന്ന് പറഞ്ഞു വിടുമ്പോ, ആ തന്റെ വാപ്പയും തന്റെ അച്ഛനും അമ്മയും അവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ പഠിക്കാൻ വേണ്ടി വിട്ടതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കള് പോലും വഴിപിടിച്ചുകൊണ്ടുള്ള നടത്തമാണ്. അല്ലാഹുവേ, തെറ്റേതാ ശരിയേതാന്നറിയാത്ത കാലഘട്ടത്തിൽ കൂടി അവിടുന്ന് പോവുകയാണ്. അല്ലാഹുവേ, ആണും പെണ്ണും അവിടുന്ന് തോളത്തില് കൈയിട്ടുകൊണ്ട് നടക്കുന്ന കാലമാണല്ലോ. വാപ്പയുടെ പ്രായമുള്ളവരുടെ മുന്നിൽ വെച്ച് പോലും ഒരു നാണമില്ലാതെ, മാനമില്ലാതെ, ഒരു ലജ്ജയില്ലാതെ, ഉളുപ്പില്ലാതെ കണ്ട് നടക്കുന്ന നമ്മുടെ മക്കള് പഠിപ്പിച്ചു കൊടുക്കണ്ടേ ചെറുപ്പക്കാരോ? അവർക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അല്ലാഹുവേ, മദ്രസയിൽ 5ഉം 4ഉം 3ഉം ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ, 5ഉം 6ഉം ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ തന്റെ മക്കളോട് അവിടുന്ന് പറയാ, മതിമോളെ നിർത്ത്. അപ്പൊ പറയാ, 5ാം ക്ലാസ് വരെ പഠിച്ചില്ലേ, മതി, പഠിച്ചൊക്കെ മതി, അതന്നെ അധികം. നമ്മൾ പറയും നമ്മുടെ മക്കളോട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ അവിടുന്ന് ഗർഭിണിയായിക്കൊണ്ടിരിക്കുന്ന കാലം, വഴിവിട്ടുകൊണ്ട് അല്ലാഹുവേ അവിടുന്ന് ലഹരി മരുന്നുകൾ പോലും നമ്മുടെ മക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താതെ കണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നമ്മൾ തോന്നുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളാണ് അവിടെ വഴിവഴിച്ചു പോകുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്ഭുതം തോന്നുന്നില്ലേ? അത്ഭുതം തോന്നുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര പ്രതീക്ഷയോടായിരിക്കും ആ മക്കളെ തന്നെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. പഠിച്ചുകൊണ്ട് വളർന്നുകൊണ്ട് വലിയ ഉദ്യോഗം കിട്ടാൻ, വലിയൊരു ഭാവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വിടുമ്പോ നമ്മുടെ മക്കൾ അവിടെ സ്കൂളിൽ എന്താ പരിപാടി? സുബ്ഹാനല്ലാഹ്, ലഹരി മരുന്ന് ഉപയോഗം, കഞ്ചാവടി, പ്രേമം മാത്രമല്ല, മറ്റുള്ള എല്ലാ പരിപാടികളും അവിടെയുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൊടാൻ പറ്റുമോ സാറുമാർക്ക്, ഉസ്താദന്മാർക്ക് തൊടാൻ പറ്റുമോ? അവർക്കൊന്ന് അടിക്കാൻ, അവർക്കൊന്ന് ശിക്ഷിക്കാൻ കഴിയോ? അപ്പൊ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങൂലേ? നമ്മൾ അവിടെ നിന്ന് വലിയൊരു ജാഥയായിട്ട് ഇറങ്ങൂലേ? ഉസ്താദന്മാരെ തല്ലാൻ, സാറന്മാരെ തല്ലാൻ നമ്മൾ ഇറങ്ങും. നമ്മുടെ മക്കൾ, എന്റെ മോനെ അടിക്കാൻ നിന്റെ ആര് പറഞ്ഞടാ, എന്റെ മോനെ അടിക്കാൻ നിന്റെ ആര് പറഞ്ഞടാ, നമ്മൾ അങ്ങ് ഇറങ്ങും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ നമ്മുടെ സാറന്മാരും നമ്മുടെ ഉസ്താദന്മാരും ഒക്കെ തല്ലുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു, അല്ലേ? ആ പേടിയുടെ കാരണത്താലെങ്കിലും നമ്മൾ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. അന്ന് പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല, മൊബൈലോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും തെറ്റുകൾ ചെയ്യാൻ പേടിയായിരുന്നു. കാരണം എന്താ? അടിക്കുമെന്നുള്ള പേടി. ഇന്ന് ആ അടിയില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളോട് പറയാ, നിങ്ങളുടെ വീട്ടിൽ ഒരു വടി നിങ്ങൾ സൂക്ഷിച്ചാൽ അതുപോലും നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു വടി എന്തിനാണെന്നറിയോ? അദബ് പഠിപ്പിക്കാൻ, മക്കളെ അദബ് പഠിപ്പിക്കാൻ. ഒരു വടി എവിടെ വെക്കണം? ഒരു ചെറിയ പേടി. ഏത് വീട്ടിലാ ഉള്ളത്? ഉമ്മച്ചി ഒരു മൊബൈലുമായിട്ട് ഒരിടത്തിരിക്കും, വാപ്പച്ചി ഒരു മൊബൈലായിട്ട് വേറെടുത്തിരിക്കും, അല്ലെ? മക്കള് വേറെടുത്തിരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ തള്ളമാരും വഴിപിഴച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, +2 പഠിക്കുന്ന മക്കളുള്ള ഒരു തള്ള, 40 വയസ്സുള്ള തള്ള, തൊട്ടടുത്തുള്ളതായ
ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒളിച്ചോടുകയാണ്. ഇങ്ങനെ എന്തെല്ലാം വാർത്തകൾ നമുക്കൊരിക്കലും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഏറ്റവും മോശമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ മദ്രസ വിട്ട് പഠിപ്പിക്കുന്നതില്, ഇൽമു പഠിപ്പിക്കുന്നതില് ഒരു പിശുക്ക് നിങ്ങൾ കാണിക്കരുതേ വാപ്പ. അങ്ങനെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് മഹാനായ തഴവാ ഉസ്താദ് അവിടുന്ന് പാടിയത്, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കഡോ. ഏത് ഭൗതികമായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ പുറത്തുവിട്ടാൽ എന്റെ വാപ്പാ, നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനവർക്ക് കൊടുക്കേണ്ടതാ. അള്ളാഹുവിന്റെ ദീനവർക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ കണ്ട് പറഞ്ഞു വിട്ടാൽ അവര് കള്ളു കുടിക്കുകയാണ്, പെണ്ണ് പിടിക്കുകയാണ്, കഞ്ചാവ് ഉപയോഗിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു പേടിയും അവർക്കില്ലോ. എന്റെ ചെറുപ്പക്കാരോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അള്ളാഹുവേ, കള്ളുകുടി എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്, ചൂതാട്ടം എന്ന് പറയുന്നത്, എല്ലാ മോശമായ വഴികളെന്ന് പറയുന്നത് മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ ജോലിയിൽപ്പെട്ടതാണോ? ശൈത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് നമ്മളെ വഴിപിഴപ്പിക്കുകയോ? ശൈത്താൻ അവിടുന്ന് വഴിപിഴപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ നിന്നതാ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോകുന്ന, ദൂര സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളുടെ മുന്നിലേക്ക് ഇബ്ലീസ് വന്നുകൊണ്ട് പറയുകയാണ്, മോനെ, നിന്നെ നോക്കാൻ വാപ്പയില്ലടോ, നിന്നെ നോക്കാൻ ഉമ്മയില്ലടോ, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാമല്ലോ, നിനക്ക് എന്ത് പോക്കർത്തരം വേണമെങ്കിലും ചെയ്യാമല്ലോ, എന്ത് തെറ്റിലേക്ക് വേണമെങ്കിലും നിനക്ക് പോയാലും കുഴപ്പമില്ലോ. ഇബ്ലീസ് വന്നുകൊണ്ട് നമ്മുടെ മനസ്സിലവിടുന്ന് പറഞ്ഞു തരികയാണ്, നമ്മുടെ മക്കളെ അവിടുന്ന് വഴിപിഴപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മോ, തട്ടമിട്ടുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്ന മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തട്ടമിട്ടുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്ന മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. കൂട്ടുകാര് മുത്തിട്ടതാ കോളേജുകളിലേക്ക് കടന്നു പോയിട്ടു, ആരുമില്ലാത്ത കണ്ണെത്താത്ത സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ഇവിടുന്ന് പഠിക്കാൻ പോകുമ്പോ അവരതാ ഇവിടുന്ന് ചിന്തിക്കുകയാണ്, ഇവിടെ അല്ലാഹുവേ, ഒരാളുമില്ലല്ലോ, ഒരാളും എന്നെ നോക്കാനില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഇവിടുന്ന് ആഗ്രഹിക്കുകയാണ്. വീട്ടിൽ വരുമ്പോ നല്ല മോളായ പോര്, വീട്ടിൽ വരുമ്പോ നല്ല മോനായ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്, യുവതികളുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആരൊക്കെ കണ്ടില്ലെന്ന് പറഞ്ഞാലും ശരി, നിന്റെ വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ലെന്ന് പറഞ്ഞാലും ശരി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് കാണുന്നുണ്ടുള്ള ചിന്തയുണ്ടല്ലോ. നിന്റെ ഹൃദയത്തിലേക്ക് വരമടി പൊന്നുമോള്, അല്ലാഹു അവിടുന്ന് കാണുകയാണ്. നീ ഏത് തെറ്റുകൾ ചെയ്തെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ മുന്നിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിക്കോ. നിന്റെ ജീവിതം ഇനിയും ബാക്കിയാണ്. ഒരുപാട് മേഖലകളിലേക്ക് ഒരുപാട് ഉയർന്നു പോകേണ്ടവളാണ്. എന്നോ തെറ്റുകളുടെ കൂമ്പാരമായിട്ട് നീ അവിടുന്ന് ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണോ, തെറ്റുകളുമായി ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, തെറ്റുകളിലേക്ക് പോകുന്ന മനുഷ്യനുണ്ടല്ലോ, അവനിക്ക് അള്ളാഹുവേ അവിടുന്ന് ദാരിദ്ര്യം കൊടുക്കുകയാണ്, അവനവിടുന്ന് പട്ടിണി കൊടുക്കുകയാണ്, അവനവിടുന്ന് പ്രയാസങ്ങൾ കൊടുക്കുകയാണ്, അവനവിടുന്ന് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ അവിടുന്ന് കൊടുക്കുകയാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് പോയിട്ട് തെറ്റുകളിലേക്ക് കടന്നു പോകുന്നവരോ, വ്യഭിചാരത്തിലേക്ക് കടന്നു പോകുന്നവരോ, അല്ലാഹുവേ, ലഹരി മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി കടന്നു പോകുന്നവരോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മറന്നു പോകരുത്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലങ്കാ. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടല്ലോ, ആ ചിന്തയിൽ നിന്നങ്ങാണ് നീ വ്യതിചലിച്ചു കൊണ്ട് നടന്നാൽ അവന്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ അവിടുന്ന് വരികയോ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങൾ പഠിക്കാൻ പോയി തെറ്റിലേക്ക് പോയാൽ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ, ആ കാലഘട്ടം കഴിഞ്ഞിട്ട് വേറൊരു കാലഘട്ടം വരുന്നുണ്ട്, ജീവിതം, യഥാർത്ഥ ജീവിതം. ആ സമയത്ത് നിനക്ക് നല്ലൊരു ജോലി വേണ്ടേ? ആ സമയത്ത് നിനക്ക് നല്ലൊരു കുടുംബ ജീവിതം വേണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ തെറ്റുകളുമായിട്ട് നീ അവിടുന്ന് നടക്കുമ്പോ, പഠിത്തമൊക്കെ കഴിഞ്ഞു, വിജയിച്ചു വന്നു, എത്ര പെൺകുട്ടികളാണെന്നറിയോ, എത്ര ആൺകുട്ടികളാണെന്നറിയോ, ഉസ്താദേ ദുആ ചെയ്യണേ, ജോലിയില്ല, ജോലി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് UK പോണം, ഞങ്ങൾക്ക് അവിടെ പോണം, ഇവിടെ പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സഹോദരിമാര്, പെങ്ങന്മാര്, ചെറുപ്പക്കാര് വന്നുകൊണ്ട് ദുആ ചെയ്യണേ, ജോലി ആയിട്ടില്ല, ഇത്രയും നാളും പഠിച്ചിറങ്ങിയിട്ടും ജോലി ആയിട്ടില്ല എന്ന് സങ്കടത്തോടെ വാർത്ത പറയുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, മോനെ, നിന്റെ ജീവിതത്തിൽ നീ തെറ്റുകൾ കൊണ്ടുവരരുത്, അല്ലാഹുവിനെ മറന്നുള്ള പരിപാടി നീ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴാ ഈ ഒരു പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ആ ചെറുപ്പക്കാരൻ അവിടെ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വിചാരത്തിലേക്ക് കടന്നുപോയി നബിയേ, അല്ലാഹുവേ, യുവത്വത്തിന്റെ നടുവിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാര്, സഹോദരിമാർ, എന്റെ ചെറുപ്പക്കാരോ, നിന്നെ പോലതാ യുവത്വത്തിന്റെ നടുവിൽ കൂടി കടന്നു പോയവരോ, അല്ലാഹുവേ, കാണുന്നത് മുഴുവനും അത്ഭുതമാണ്, കാണുന്നത് മുഴുവനും അവിടുന്ന് സൗന്ദര്യമാണ്, അല്ലാഹുവേ, ഇഷ്ടപ്പെടുന്നത് മുഴുവനും സ്വീകരിക്കാൻ വേണ്ടി നടക്കുന്ന പ്രായമുണ്ടല്ലോ, അതേപോലെ പ്രായത്തിൽ കഴിഞ്ഞു പോയ ചെറുപ്പക്കാരനോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ, ഞാൻ വ്യഭിചരിച്ചു പോയി നബിയേ, തൗബയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നൊന്നും പറയുന്നില്ലോ. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്നതാ തലകുനിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കടന്നു വരുന്നു നസുലുൽ അമീൻ മലക്ക് ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു വരികയോട്, എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരോട് അവിടുന്ന് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ ആയത്ത് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മോനെ, നിനക്ക് തൗബയുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നുകൊണ്ട് ആയത്ത് പറഞ്ഞിരിക്കുകയാണ്, അല്ലാഹു തആല വല്ലാതെ പൊറുക്കുന്നവനാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവര്, ആ ചെറുപ്പക്കാരൻ അവിടുന്ന് സന്തോഷത്തോടെ തൗബ ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയെങ്കിലോ, തെറ്റുകൾ ആർക്കും സംഭവിക്കാം വാപ്പോ, ആർക്ക് വേണമെങ്കിലും തെറ്റുകൾ സംഭവിക്കാമോ, എന്നാൽ പശ്ചാത്തപിക്കാനുള്ള മനസ്സവിടുന്ന് കൊണ്ടുവരിക. നിന്റെ നാവിൽ കൂടി ഇസ്തിഗ്ഫാറുകൾ അവിടുന്ന് കൊണ്ടുവരട്ടെ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഏത് സമയത്തും ഇസ്തിഗ്ഫാറുകൾ അവിടുന്ന് കൊണ്ടുവന്നാൽ വല്ലാത്ത പ്രതിഫലമാ അവിടുന്ന് ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫാറാ യുർസിലസ് സമാഅ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയാലുള്ള ഗുണം എന്താണെന്നറിയുമോ?
ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയാൽ മഗ്ഫിറത്ത് തേടിയാലുള്ള കുഴി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാലുള്ള നേട്ടം എന്താ? നമ്മൾ വിചാരിക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയ എന്തെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും തെറ്റുകൾ ചെയ്താലാണ് അസ്തഗ്ഫിറുല്ലാഹ് പറയുക, എന്തെങ്കിലും തെറ്റുകൾ ചെയ്താലാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. അല്ല, അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റിന് ഒരുപാട് മഹത്വമുണ്ട്, ഒരുപാട് മഹത്വമുണ്ട്, ഒരുപാട് മഹത്വമാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്റിന്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയാണ്, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ. ഒന്നാമത്തെ അനുഗ്രഹം ഇവിടുന്ന് പറയാ, അല്ലാഹുവേ ഇസ്തിഗ്ഫാർ ഇവിടുന്ന് ചൊല്ലിയാൽ നിനക്ക് വല്ലാത്ത അനുഗ്രഹം ഇവിടുന്ന് ലഭിക്കും. ഒന്നാമതായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ. ഒന്നാമതായി ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇവിടുന്ന് നിനക്ക് ലഭിക്കുകയാണ്, അല്ലാഹുവിന്റെ മഴ ഇവിടുന്ന് ലഭിക്കുകയാ. ആ മഴയിൽ കൂടി ഒരുപാട് ബറക്കത്തുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുമ്പോൾ, അല്ലാഹുവേ നമ്മുടെ കുടുംബം വല്ലാത്ത പ്രയാസത്തിൽ ഇവിടുന്ന് നീങ്ങുകയാണ്, ഒരുപാട് ബുദ്ധിമുട്ടിന്റെ ഘട്ടങ്ങളിൽ കൂടി അവിടുന്ന് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, കടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രയാസങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ ജീവിതത്തിൽ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഇസ്തിഗ്ഫാർ ചൊല്ലിയാലുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയോ, യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ. അല്ലാഹു വല്ലാത്ത അനുഗ്രഹങ്ങൾ അവിടുന്ന് ചൊരിഞ്ഞു തരികയോ, അല്ലാഹു അവിടുന്ന് നിനക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ വിളിച്ചുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യാൻ പറയുകയോ, എന്റെ മക്കളെ എത്ര വർഷക്കാലമായി ഗൾഫ് രാജ്യത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോയി, ഇന്ന് വരെ രക്ഷപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ലോ. വല്ലാത്ത പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. വർഷങ്ങളോളം ഗൾഫ് രാജ്യത്തിൽ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇന്നേ വരെ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് ഉസ്താദ് എന്റെ മക്കൾ വെറുതെ അവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയോ, ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന എത്ര ഉമ്മമാരുണ്ടെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ മക്കൾ വിജയിക്കാർ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാർ, അതാ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു വീട് വേണോ, നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം വേണോ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ നല്ലതുപോലെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക, നിങ്ങൾ നല്ലതുപോലെ ഇസ്തിഗ്ഫാറുകൾ അവിടുന്ന് ചൊല്ലുക. മാത്രമല്ല പെങ്ങള്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണേ പെങ്ങള്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണേ പെങ്ങള്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവേ കുടുംബങ്ങള്, ഓരോ വീട്ടുകളിലും ഹറാമിയത്ത് അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലമോ. അല്ലാഹുവേ, നമ്മുടെ മക്കളുടെ കയ്യിൽ മൊബൈലുണ്ട്, ഭാര്യയുടെ കയ്യിൽ മൊബൈലുണ്ട്, ഭർത്താവിന്റെ കയ്യിൽ മൊബൈലുണ്ട്, എല്ലാവരുടെ കയ്യിലും മൊബൈലാണ്. അല്ലാഹുവേ, ഓരോ ദിവസവും എത്ര ഹറാമിയത്താ കാണുന്നത്, എത്ര കണ്ടുകൊണ്ടുള്ള ഹറാമിയത്തുകളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതാണല്ലോ, അവസാന കാലമാകുമ്പോൾ എന്റെ സമുദായത്തിൽ വ്യഭിചാരം അവിടുന്ന് അധികരിക്കുകയാണ്. അവസാന കാലമാകുമ്പോൾ എന്റെ സമുദായത്തിൽ അവിടുന്ന് ഹറാമിയത്ത് അവിടുന്ന് അധികരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഹറാം എന്ന് പറഞ്ഞാൽ അവർക്ക് പുച്ഛമാണ്, പേടിയില്ല. എങ്ങനെ? ഹറാം എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു പേടിയില്ല. ഹറാമേ ഉള്ളോ? ആ, കുഴപ്പമില്ല, അത് ഹറാമാ. ഓ, ഹറാമല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല.
കറാഹത്ത് പിന്നെ ഒട്ടും കുഴപ്പമില്ല. കറാഹത്തിനൊക്കെ മേലല്ലേ ഹറാമ്. അപ്പൊ കറാഹത്ത് വിഷയമല്ല. ഹറാമോ? ഹറാമ് അങ്ങനെ പൊതുവെ നടക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, പല കല്യാണങ്ങളിലൊക്കെ ചെല്ലുമ്പോ പർദ്ദയിട്ടുകൊണ്ട് നടന്ന സ്ത്രീകൾ പോലും, പർദ്ദയിട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീകൾ പോലും അല്ലാഹുവേ തന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കാണിക്കുന്ന വസ്ത്രങ്ങളിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്ന രംഗങ്ങൾ നമുക്ക് കാണാം. പല ഹറാമിയത്തിന്റെ കൂത്തുകളൊന്നും കണ്ടുകൊണ്ടിരിക്കുകയാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങൾ കഴിഞ്ഞില്ല, വീണ്ടും ആഘോഷങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങൾ കിടക്കുക, കല്യാണം കൊണ്ടാണ് പിന്നെ ആഘോഷം തുടങ്ങുന്നത്. അല്ലാഹുവേ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വിവാഹത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ. വിവാഹം എന്ന് പറയുന്നത്, നിക്കാഹ് എന്ന് പറയുന്നത് വളരെ ബറക്കത്തുള്ള ഒരു അമലാണ്, വളരെ ബറക്കത്തുള്ള ഒരു അമല്. ആ അമല് എന്റെ പ്രിയപ്പെട്ടവരെ, നിക്കാഹ് എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ കൊറോണ വന്ന സമയത്ത് ഈ ഡാൻസ് ഉണ്ടായിരുന്നോ, ഈ പാട്ടുണ്ടായിരുന്നോ, ഈ പേക്കൂത്തുകൾ എന്തെങ്കിലും ഉണ്ടോ? കുടുംബത്തിലുള്ളവരെ പോലും വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഫോൺ വിളിക്കും, എന്റെ മകളുടെ കല്യാണം 20-ാം തീയതി, കൊറോണ സമയത്താട്ടോ, കൊറോണയുടെ സമയത്താ. 20-ാം തീയതി എന്റെ മകളുടെ കല്യാണം, എങ്ങനാ? അതൊക്കെ അങ്ങ് നടക്കട്ടെ, ഇൻഷാ അല്ലാഹ്. പോകാൻ പേടിയാ, കൊറോണ വന്നങ്ങനെ തട്ടിപ്പോയാലോ, കൊറോണ വന്നങ്ങാണം തട്ടിപ്പോയാലോ, പേടിയാ, പോവില്ല. എത്ര ലളിതമായ രൂപത്തിൽ കല്യാണങ്ങൾ നടന്നു കൊറോണ സമയത്ത്. എന്തെങ്കിലും സംഭവിച്ചോ? അതെല്ലാം നമ്മൾ മറന്നുപോയി. ഇന്ന് ഹറാമിയത്തിന്റെ പേകൂത്തുകളായി നമ്മുടെ കല്യാണം, നമ്മുടെ നിക്കാഹൊക്കെ മാറിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, പാട്ട് പാടുന്നവര്, ഡാൻസ് കളിക്കുന്നവരൊക്കെ വന്ന്, അത്രയും ആൾക്കാർ മുന്നിൽ വന്ന്, പുതിയാപ്പിളുടെയും പെണ്ണിന്റെയും മുന്നിൽ വന്ന്, പുതിയാപ്പിളയും പെണ്ണും മാറി നിൽക്കുവോ, അവരും ഇങ്ങനെ ഡാൻസ് പിടിച്ച് ഇങ്ങനെ കറങ്ങുക. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ലജ്ജ എന്ന് പറയുന്ന സാധനം ഇല്ല. ലജ്ജയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അവസാന കാലഘട്ടത്തിൽ എന്റെ ഉമ്മത്തിന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സമ്പത്താണ് ലജ്ജയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തിന്റെ ലജ്ജ, ആ ലജ്ജ ഇല്ലെങ്കിൽ തീർന്നു അല്ലേ? ലജ്ജ ഇല്ലെങ്കിൽ തീർന്നില്ലേ? ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ലജ്ജയാണ്. അതാണ് അവളുടെ സൗന്ദര്യം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പുതിയ പെണ്ണ്, പണ്ടുള്ള കാലത്തിലുള്ള പുതിയ പെണ്ണുകളൊക്കെ നാണം കൊടുങ്ങി എങ്ങനെ ഇരിക്കും? അതൊരു പ്രത്യേക ഒരു ഭംഗിയാ. ഇന്ന് പുതിയ പെണ്ണേതാ, നാടൻ പെണ്ണേതാ, ഡാൻസ് കളിക്കാൻ വന്ന പെണ്ണേതാന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതേപോലെ എല്ലാരും കിടന്ന് ആടുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ, എന്നാലേ വൈബുള്ളൂ, എന്നാലേ ഇപ്പൊ പെണ്ണാവുള്ളൂ, എന്നാലേ ഇപ്പൊ നല്ലൊരു പെണ്ണാവുള്ളൂ. പണ്ട് കാലങ്ങളിൽ ഒരു പെണ്ണിനെ തന്റെ മകന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്നത് സ്വാലിഹത്തായ ഒരു പെണ്ണ്, നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ലൊരു പുതിയാപ്പിള, ഇതൊക്കെയായിരുന്നു അന്നത്തേതായ നോട്ടം. ഇബാദത്ത് ചെയ്യുന്ന പയ്യനാണോ, അള്ളാനെ പേടിയുള്ളവനാണോ, നല്ല സ്വഭാവമുള്ളവനാണോ, ഇതൊക്കെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ മാറി എന്റെ വാപ്പമാര്, ഇന്ന് അതൊക്കെ മാറി. എന്നിട്ട് ഡാൻസ് കളിക്കുന്ന പെണ്ണാണോ, റീല് ചെയ്യുന്ന പെണ്ണാണോ, വീഡിയോ ചെയ്യാൻ പറ്റിയ പെണ്ണാണോ, ഇതൊക്കെ നോക്കിയിട്ട് ഒരു പെണ്ണിനെ ഇപ്പൊ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിവില്ലാത്ത പെണ്ണാണെങ്കിൽ അവൾ വീട്ടിലിരിക്കട്ടെ, എനിക്ക് വേണ്ട. എന്നെ കൊണ്ട് നാട് മുഴുവനും ചുറ്റിക്കറങ്ങുന്ന ചെറുപ്പക്കാരനാണോ, എന്നെ കൊണ്ട് നാട് മുഴുവനും ഏതൊക്കെ ഹോട്ടലുകളുണ്ടോ, ഏതൊക്കെ റെസ്റ്റോറന്റുകളുണ്ടോ, ഏതൊക്കെ മന്തിക്കടയുണ്ടോ, അവിടെ എല്ലാം കൊണ്ടുപോയി റീലെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണോ, അവനെ മാത്രം എനിക്ക് മതി, വേറെ ആരും വേണ്ട. അള്ളാഹുവെ നിസ്കരിക്കുന്നവനാണെന്ന് നോക്കുന്നില്ല, നോമ്പ് പിടിക്കുന്നവനാണെന്ന് നോക്കുന്നില്ല, അള്ളാനെ പേടിയുള്ളവനാണോന്ന് നോക്കുന്നില്ല. പിന്നെന്താ നോക്കുന്നത്? നല്ലതുപോലെ ഫുഡ് അടിക്കാൻ പറ്റുന്നവനാണോ എങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ അവസ്ഥ ഏതാണ്? പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഏതാണ്? അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവസാന കാലമാകുമ്പോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിലോ ഹറാമിയത്ത് അവിടുന്ന് പെരുകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാപ്പമാര്, ഉമ്മമാര്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലോ ഹറാമിയത്തുകൾ അവിടുന്ന് വന്നുകൊണ്ട് കൂടിയാൽ, അല്ലാഹുവേ തെറ്റുകൾ അവിടുന്ന് വന്നുകൊണ്ട് കൂടിയാൽ, അവിടുന്ന് 3 ശിക്ഷകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമെന്നോ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയോ 3 ജീവിതത്തിൽ ഇതാ പരാജയങ്ങൾ വരികയാണ്. ഒന്നാമത്തെ പരാജയം എന്താണെന്നറിയുമോ? നിന്റെ കുടുംബത്തിൽ ഹറാമിയത്തുകൾ പെരുകയാൽ, തെറ്റുകൾ പെരുകയാൽ അല്ലാഹുവേ നിനക്ക് തരുന്ന ശിക്ഷ എന്താണെന്നറിയുമോ? ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ നിന്റെ ഭക്ഷണത്തിനുള്ള റിസ്ഖുണ്ടല്ലോ, ആ റിസ്ഖിലുള്ളതായ ബറക്കത്തുകൾ അല്ലാഹു എടുത്തു കളയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ തെറ്റുകൾ കടന്നു വന്നാൽ അല്ലാഹുവേ മാതാപിതാക്കളും മക്കളും ഭാര്യയും കുടുംബങ്ങളും എല്ലാവരും ഇരുന്നുകൊണ്ട് ഹറാമിയത്ത് അവിടുന്ന് കാണുകയാണ്. അല്ലാഹുവേ മഗ്രിബിന്റെ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് പോലും ഒരു ഭയവുമില്ലാതെ പേടിയുമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, പഴയ കാലങ്ങളിൽ എങ്ങനായിരുന്നു? സന്ധ്യസമയമാകുമ്പോൾ വാപ്പയും ഉമ്മയും അവിടെ വന്നുകൊണ്ട് മക്കളോട് പറയുമായിരുന്നു, പോരെ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യടാ ചെറുപ്പക്കാരോ. നിസ്കരിക്കാൻ പോകുന്നില്ല ഉമ്മമാരും വാപ്പമാരും അവിടുന്ന് ചോദിക്കുമായിരുന്നു. അല്ലാഹുവേ സന്ധ്യസമയത്ത് അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുമായിരുന്നു. ഇന്നതെല്ലാം മാറിപ്പോയല്ലോ, ഇന്നതെല്ലാം മാറിപ്പോയല്ലോ. അല്ലാഹുവേ സന്ധ്യസമയത്ത് പോലും ബാങ്ക് വിളി കേട്ടാൽ ഒരു മടിയുമില്ലാതെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന യുവത്വമേ, അതാ നിന്റെ വീടിന്റെ മുന്നിലേക്ക് റഹ്മത്തിന്റെ മലായികത്തുകൾ കടന്നു വരികയോ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ അവിടുന്ന് കടന്നു വരികയാണ്. ആ സമയത്തെങ്ങാനും നീ ഹറാമിയത്ത് കണ്ടുകൊണ്ടിരുന്നാൽ, നീ മോശമായ സിനിമകൾ അവിടുന്ന് കണ്ടുകൊണ്ടിരുന്നാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകളിൽ വ്യാപൃതരായി കൊണ്ട് വീടിന്റെ ഉള്ളിൽ അവിടുന്ന് ഇരിക്കുമ്പോൾ ആ സമയത്താണ് റഹ്മത്തിന്റെ മലായികത്തുകൾ അവിടുന്ന് കടന്നു വരുന്നതെങ്കിലോ അവരതാ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അവരതാ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ഇവർക്ക് നീ ബറക്കത്ത് എടുക്കണേ അല്ലോ, നീ കൊടുത്തിരിക്കുന്ന ബറക്കത്ത് തിരിച്ചെടുക്കണേ അല്ലോ. അല്ലാഹുവേ നിനക്ക് വേണ്ടിയിട്ടൊരു ദിക്ർ പോലും പറയാത്ത കുടുംബമോ, നിനക്ക് വേണ്ട ഇബാദത്ത് ചെയ്യാത്ത കുടുംബമാണ് അല്ലാഹുവേ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പേരും വെച്ചുകൊണ്ട് ജീവിക്കുകയോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് അതാ ഒന്ന് കുനിഞ്ഞു വീഴാതെ ഒരു സുജൂദ് പോലും ചെയ്യാതെ കണ്ട് നന്ദിയില്ലാത്തവരെ പോലെ ജീവിക്കുകയാണ്. റബ്ബേ അവർക്ക് തീരപ്രദായ റിസ്കിലെ ബറക്കത്ത് നീ എടുക്കണേ അല്ലോ. ആ റഹ്മത്തിന്റെ മലായികത്തുകൾ അവിടെ വന്നുകൊണ്ട് പറയുമ്പോൾ ആ ബറക്കത്തുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയോ, നിന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു തആല ഊരിക്കളയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒന്നാമതായി നിന്റെ ജീവിതത്തിലെ ബറക്കത്ത് അവിടുന്ന് നഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്നെ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹറാമിയത്ത് ദാ വന്നുകൂടുമ്പോൾ, തെറ്റുകൾ ചെയ്യുന്നതിന് യാതൊരു പേടിയുമില്ലാതെ വരുമ്പോൾ, അല്ലാഹുവേ അതാ നിന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങൾ കടന്നു വരികയാണ്. ദാരിദ്ര്യം അവിടുന്ന് കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ? മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹുവേ സന്താനങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, അല്ലാഹുവേ കരഞ്ഞിട്ട് കാര്യമില്ല പെങ്ങള്, കരഞ്ഞിട്ട് കാര്യമില്ല വാപ്പാ, എന്റെ മക്കള് വഴിപിടിച്ചു പോയി, അവരതാ വെള്ളമടിക്കുന്നവരാണ്, ലഹരി ഉപയോഗിക്കുന്നവരാണ്, ഇതാ വാപ്പയെ പോലും ഉമ്മയെ പോലും തിരിഞ്ഞു പോലും നോക്കാതെ കണ്ടു. അല്ലാഹുവേ അവരുടെ ജോലിയും ജീവിതവും നോക്കിയിട്ട് കടന്നുപോയ മക്കള്, ആ മക്കളെ ഓർത്തുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ. ആ
അവരോട് പറയാനുള്ളത്, അല്ലാഹു നിന്നെ പരീക്ഷിക്കുകയാണ്, മക്കളെ കൊണ്ട് നിന്നെ അതാ പരീക്ഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, അതുകൊണ്ട് ധാരാളം അവിടുന്ന് ദിക്റ് ചൊല്ലട്. നിന്റെ നാവിൽ നിന്ന് അതാ ദിക്റ് വരട്. ദിക്റ് ചൊല്ലിയാലുള്ള നേട്ടമാണ് നമ്മൾ പറയുന്നത്. നിന്റെ നാവിൽ കൂടി ദിക്റുകൾ കടന്നു വന്നാൽ അല്ലാഹു നിന്റെ ജീവിതത്തിൽ വല്ലാത്ത ബറക്കത്ത് അവിടുന്ന് തരികയാണ്. ജീവിതത്തിൽ വല്ലാത്ത ബറക്കത്ത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വയുംദിദുകും ബിഅംവാൽ, സമ്പത്ത് നിനക്ക് അല്ലാഹു തആല തരും. ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയാൽ, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയാൽ അല്ലാഹു നിനക്ക് സമ്പത്ത് തരും, അല്ലാഹു നിനക്ക് അനുഗ്രഹം തരും, നിന്റെ കടങ്ങളൊക്കെ മാറും. ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ല്, നിന്റെ സമ്പത്ത് നിനക്ക് അല്ലാഹു തആല സമ്പത്ത് തരും. ഒരു പ്രയാസവുമില്ല, ഞെരുക്കങ്ങളില്ല. നിന്റെ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും കടങ്ങളും എല്ലാം അല്ലാഹുവിടുന്ന് മാറ്റി തരുകയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. സമ്പത്ത് തരുന്ന അല്ലാഹ്, നിഅമത്ത് തരുന്ന അല്ലാഹ്, ആ അല്ലാഹുവാണ് പറഞ്ഞത്, യുംദിദുകും ബിഅംവാൽ, സമ്പത്ത് തരും. ഇസ്തിഗ്ഫാറുകൾ ധാരാളം ചൊല്ലണം. വബനീന, എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹു നിനക്ക് സമ്പത്ത് മാത്രമല്ല, നിനക്ക് മക്കളെയും അല്ലാഹു തആല തരുമെന്തോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മക്കളെയും തരും. മക്കളില്ലാതെ വിഷമിക്കുന്നവര് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ല്. ഈ സദസ്സിലിരിക്കുന്ന ആൾക്കാര്, മക്കളില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ സഹോദരങ്ങളെ, നല്ലതുപോലെ ഇസ്തിഗ്ഫാർ ചൊല്ല്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താ പാടുള്ളത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നല്ല ഇഖ്ലാസോടുകൂടി ചൊല്ലു നോക്ക്. അല്ലാഹു ഇതെല്ലാം നമുക്ക് തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. പാപങ്ങൾ പൊറുക്കാനുള്ള 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലതാ സഹാബത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട്, സഹാബ, അലാ അദുല്ലുകും അലാ മാ യംഹുല്ലാഹു ബിൽ ഖത്തായ, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെ, അറിയിച്ചു തരട്ടെ. സഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുക, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് വലാ യാ റസൂലല്ലാഹ്. അതെ, പിന്നെ സഹാബത്ത് എന്തെങ്കിലും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുന്നവരാണ് സഹാബത്ത്. മദീനത്ത് നമുക്കറിയാം, സുഫത്തിന്റെ അഖിലുകാരെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് പറഞ്ഞാലും അത് ഉടനെ എഴുതിയെടുക്കാൻ വേണ്ടി നിൽക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അല്ലേ? മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ മുത്തഅല്ലിമീങ്ങൾ. ഉസ്താദ് എന്താ പറയുന്നത് അത് അന്നേരെ രേഖപ്പെടുത്തി വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയുണ്ട്. അവര് പ്രത്യേക പണിക്കൊന്നും പോകില്ല, അവർക്ക് ജോലിയൊന്നുമില്ല. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറയുന്നത് അത് എങ്ങനെ എഴുതി വെക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ദർസ് സിസ്റ്റം. അതല്ലേ ഇന്ന് നമ്മുടെ പള്ളികളിൽ കാണുന്ന ദർസ് മുത്തഅല്ലിമീങ്ങള്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. നമ്മൾ വിചാരിക്കും, അയ്യോ ഈ മക്കളെ ഏതെങ്കിലും കോളേജിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ, ഈ മക്കളെ എഞ്ചിനീയർ ആക്കിക്കൂടെ, ഡോക്ടർ ആക്കിക്കൂടെ, അവരെ വലിയ ഉദ്യോഗസ്ഥ ഉള്ളവരാക്കിക്കൂടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തെരഞ്ഞെടുത്ത വിഭാഗമാണ് ഈ മുത്തഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ. ആലിമീങ്ങൾ, പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അല്ലാഹു തആല തെരഞ്ഞെടുത്ത ചില വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലുള്ള ആൾക്കാര് അവര് അല്ലാഹുവിന്റെ ഇൽമു വഹിച്ചുകൊണ്ട് നടക്കുന്നവരാ. അവരെ സഹായിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇല്ലേ? മുത്തഅല്ലിമീങ്ങൾക്ക് ഡ്രസ് വാങ്ങി കൊടുക്കുന്നവര്, അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നവര്, ആലിമീങ്ങളെ സഹായിക്കുന്നവര് എത്രയോ ആൾക്കാരുണ്ട്. എത്ര ആലിമീങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു, അവരുടേതായ കടങ്ങൾ പോലും വീട്ടിൽ കൊടുക്കുന്ന ആൾക്കാരില്ലേ? ഒരിക്കലും ഒരു ഉസ്താദ് വന്ന് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വലിയ
വലിയൊരു അനുഗ്രഹം അല്ലാഹു തആല ചെയ്തു. ഒരു ദിവസം എന്റെ റൂമിലതാ ഒരു ഇച്ചിരി കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരു വ്യാപാരിയായ മനുഷ്യൻ, അദ്ദേഹം കയറി വന്നിട്ട് എന്റെ അടുക്ക് ചോദിച്ചു, ഉസ്താദിന് വല്ല കടങ്ങളും ഉണ്ടോ? ഉസ്താദിന്റെ മുഖത്ത് വല്ലാത്ത വിഷമമല്ലോ, ഭയങ്കര വിഷമമല്ലോ നിങ്ങളുടെ മുഖത്ത്, എന്താ പ്രയാസം, എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത്? ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി കടമുണ്ട്, ഞാൻ എങ്ങനെ വീട്ടാനാ? പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആകെപ്പാടെ 15 രൂപയാ. ഈ 15 രൂപയ്ക്കകത്ത് എന്റെ 3 മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും തികയൂല. എന്റെ മക്കളുടെ സ്കൂളിലത്തെ ഫീസ് അടയ്ക്കാൻ പോലും തികയില്ല ഉസ്താദേ. പിന്നെ എന്റെ മക്കളും എന്റെ ഭാര്യയ്ക്കൊക്കെ കഴിക്കാൻ കൊടുക്കണ്ടേ, ഭക്ഷണം കഴിക്കാൻ കൊടുക്കണ്ടേ, അവർക്ക് വസ്ത്രം വാങ്ങണ്ടേ, അവർക്കൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? വല്ലാത്ത സങ്കടമാണ് പറഞ്ഞത്. 15,000 രൂപ ശമ്പളം. എന്റെ പ്രിയപ്പെട്ടവരെ നോക്ക്, നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ബംഗാളികൾ കണ്ട് 30,000 രൂപ ശമ്പളം. കണക്ക് കൂട്ടി നോക്ക്. നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ബംഗാളി, ആ ബംഗാളി കണ്ട് 30,000 രൂപ, 35,000 രൂപ. അവൻ പിന്നെ എക്സ്ട്രാ പുറത്തു പോയി പണിയെടുത്തു കഴിഞ്ഞാൽ 19,000 രൂപയ്ക്ക് മേളിൽ അവന് ശമ്പളക്കാരനാ. എത്ര രൂപ മേടിച്ചോണ്ടാ പോകുന്നറിയോ? അപ്പോഴും നമ്മുടെ ഉസ്താദന്മാർക്ക് 15,000 രൂപ എങ്ങനെ കൂട്ടാൻ പറഞ്ഞാലോ, ഒരു 500 രൂപ കൂട്ടിത്തരണേ എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാ ഒരു കമ്മിറ്റി കൂടി മുതലാളിമാരെല്ലാം കൂടി ഇരുന്ന് കമ്മിറ്റി കൂടി. ആ കമ്മിറ്റിയിൽ അവിടുന്ന് തീരുമാനം എന്താ, ഇപ്പൊ കൂട്ടണ്ട, ഇപ്പൊ അങ്ങോട്ട് കൂട്ടിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇനി അടുത്ത വർഷമാകട്ടെ. ഈ പാവം പിടിച്ച ഉസ്താദ് ഈ 15,000 കൊണ്ട് അടുത്ത വർഷം വരെ കാത്തു നിൽക്കണം. എന്തിന്? ഒരു 500 രൂപ കൂടാൻ, അടുത്ത വർഷം വരെ കാത്തിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്, ഇതാ ഉസ്താദന്മാരുടെ ജീവിതം. എന്നാൽ അവർക്ക് വേറെ പണിക്ക് പൊക്കൂടെ? വേറെ എന്തെല്ലാം പണികൾ കിടക്കുന്നു, അതിന് പൊക്കൂടെ? പോകാൻ കഴിയില്ല വാപ്പ. കാരണം എന്താ? അള്ളാഹു കൊടുത്ത ഇൽമാണ്, അള്ളാഹു കൊടുത്ത ഉത്തരവാദിത്തമാണ്. അങ്ങനെ കാണും ഉലമാക്കള് തീരുമാനിച്ചിരുന്നെങ്കിൽ, പണ്ഡിതന്മാര് തീരുമാനിച്ചിരുന്നെങ്കിൽ, നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയൊക്കെ എന്തായിരുന്നേനെ അല്ലേ? അക്രമങ്ങൾ, അഴിഞ്ഞാട്ടങ്ങൾ. ഇത്രയും ഇൽമു പറഞ്ഞു കൊടുത്തിട്ട് പോലും നന്നാകുന്നില്ലെങ്കിൽ, ഇൽമു പറയാതിരുന്നാൽ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇൽമു പറഞ്ഞു കൊടുത്ത് ഇഷ്ടംപോലെ വാഴ കേൾക്കുന്നു. യൂട്യൂബ് തുറന്നാൽ മൊത്തം ഈ വാഴകളാണ്. ഏതെല്ലാം രൂപത്തിലുള്ള വാഴകൾ, അതെല്ലാം കേൾക്കുന്നുണ്ട്, ക്ലാസ് കേൾക്കുന്നുണ്ട്, ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രത്യേകം ക്ലാസ് ഉണ്ട്. ഇതെല്ലാം കേട്ടിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹറാമിയത്ത് മാറ്റി നിർത്താൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ കല്യാണം വരുമ്പോ തോന്നിവാസങ്ങൾ മാറ്റി നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ ഈ പണ്ഡിതന്മാർ ഇങ്ങനെ ചിന്തിച്ചാൽ, മാറിയൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ എന്താ? മാന്യമായ നിലയിൽ ശമ്പളം കൊടുക്കണേ, മാന്യമായ നിലയിൽ കൈകാര്യം ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മദീനത്ത് സുഫത്തിന്റെ അഖിലുകാരുണ്ട്, അവിടുന്ന് കൊണ്ടുവന്നത്. ആ സുഫത്തിന്റെ അഖിലുകാർ അള്ളാന്റെ ഹബീബായ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ രേഖപ്പെടുത്തി വെക്കും. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ 3 കാര്യങ്ങൾ, അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനുള്ള 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ അവിടുന്ന് പഠിപ്പിച്ചു തരാമെന്നോ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, പറഞ്ഞതാ നബിയേ. സഹാബത്ത് അവിടുന്ന് കൊണ്ട് ചോദിക്കുകയാണ്. ഒന്നാമതായി അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരിഹി. ഒന്നാമതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരിഹി. ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും അവിടുന്ന് വുളൂ ചെയ്യുക, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും അവിടുന്ന് വുളൂ ചെയ്യുക. ആ വുളൂ കൊണ്ട് നിന്റെ പാപങ്ങൾ അവിടുന്ന് പൊറുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ. എന്റെ പ്രിയ
പ്രിയപ്പെട്ടവരെ, വുളു എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല. വുളു എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല. റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് നമ്മൾ അവിടുന്ന് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ അവിടുന്ന് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവേ, ഒരുപാട് സമുദായക്കാരവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് മനുഷ്യന്മാരവിടെ വന്ന് നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബത്ത് ചോദിച്ച വലിയൊരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എല്ലാവരും അവിടെ കോടാനക്കോടി ജനങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നബിയേ ഞങ്ങളെ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങളെ തിരിച്ചറിയുന്നതെന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സഹാബോ, എന്റെ ഉമ്മത്തിനെ എങ്ങനാ തിരിച്ചറിയുന്നതെന്നറിയുമോ? എന്റെ ഉമ്മത്തിനെ എങ്ങനാ തിരിച്ചറിയുന്നതെന്നറിയുമോ? ഇന്ന ഉമ്മത്തി യദ്ഉന യൗമൽ ഖിയാമ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, ഒരുപാട് സമുദായക്കാര് കോടാനക്കോടി ജനങ്ങൾ വന്ന് നിൽക്കുമ്പോൾ എന്റെ സമുദായത്തെ ഞാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? സഹാബത്തിനോട് പറയുകയാണ്, സഹാബോ, അവരുടേതായ കൈയും കാലും മുഖവും അവിടുന്ന് പ്രകാശിക്കുകയോ, അവരുടെ കൈയും കാലും മുഖവും അവിടുന്ന് പ്രകാശിക്കുകയാണ്. വുളൂഇന്റേതായ കാരണം കൊണ്ട് വുളൂഎടുത്തതിന്റെ പേരിൽ അവരുടെ മുഖം അവിടുന്ന് പ്രകാശിക്കുകയോ, കൈ അവിടുന്ന് പ്രകാശിക്കുകയാണ്, കാലവിടുന്ന് പ്രകാശിക്കുകയാണ്. എല്ലാവരും അവിടുന്ന് നിരന്നു നിൽക്കുമ്പോൾ എന്റെ ഉമ്മത്തീങ്ങളുടെ ശരീരം അവിടുന്ന് പ്രകാശിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവരെ ഞാൻ അവിടുന്ന് ക്ഷണിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാര്, ഒന്നുവെന്ന് പറയുന്നത് നിസാരമായ ഒരു കാര്യമല്ലടോ. ഒന്നുവെന്ന് പറയുന്നത് നിസാരമായ ഒരു കാര്യമല്ലോ. അല്ലാഹുവേ, ഇന്ന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടേതായ മുന്നിലേക്ക് കടന്നു വരുന്നവര്, എന്റെ ചെറുപ്പക്കാരായി എങ്ങനാ നീ ഒന്നുവെടുക്കുന്നത്? ഒന്നുവിന്റെ ഫർള് നിനക്കറിയാമോ? ഒന്നുവിന്റെ സുന്നത്ത് നിനക്കറിയാമോ? ഒന്നുവിന്റെ ശർത്ത് അറിയാമോ? അല്ലാഹുവേ, എങ്ങനെങ്കിലുമൊക്കെ ഒന്നുവെടുത്തിട്ട് കയറി വരികയോ, നിസ്കാരം പോലും ശരിയാകില്ലടാ ചെറുപ്പക്കാരോ. ഒന്നുവിനെ കുറിച്ച് അവിടുന്ന് പഠിക്കണമടോ ചെറുപ്പക്കാരോ. ഒന്നുവെന്ന് പറയുന്നത് നിസാരമല്ലോ. നാളെ പടച്ചവന്റെ പരലോകത്ത് പോലും നമ്മളെ തിരിച്ചറിയുന്നത് ഒന്നു കൊണ്ടാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നമ്മളെ തിരിച്ചറിയുന്നത് പോലും വുളൂഇന്റേതായ അടയാളങ്ങളെ കൊണ്ടാണ്. വുളൂ ചെയ്യുന്നത് കൊണ്ട് എന്താ നേട്ടം? വുളൂ ചെയ്യുന്നത് കൊണ്ട് എന്താ നേട്ടം? വുളൂന്റെ ഫർള് അറിയാമോ? എത്ര? വുളൂഇന്റെ ഫർള് അറിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, പേടിക്കണ്ട. അറിയില്ലെങ്കിൽ പഠിക്ക്. പേടിക്കണ്ട. ഞാൻ ചോദിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാനാ. അല്ലാഹുവേ, സ്വന്തമായി ഒന്ന് ചിന്തിക്കാൻ, അല്ലേ? ഹാസിബു ഖബലൻ തുഹാസബു എന്നല്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്താ? സ്വന്തമായി ഒരു വിചാരണ ചെയ്യണം. ഞാൻ എങ്ങനെയുള്ള ആളാണ്? എന്റെ നിസ്കാരം ശരിയാണോ? എന്റെ നോമ്പ് ശരിയാണോ? എന്റെ വുളൂ ശരിയാണോ? എന്റെ നിയ്യത്തുകൾ ശരിയാണോ? ളുഹർ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ളുഹറിന്റെ നിയ്യത്ത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ആ നിയ്യത്ത് കറക്റ്റ് ആണോ? ഇതൊക്കെ പഠിക്കണ്ടേ നമ്മള്? ഇതൊക്കെ പഠിക്കണ്ടേ? അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വുളൂഇന്റെ നിയ്യത്ത്, വുളൂഇന്റെ ഫർളുകള്, വുളൂഇന്റെ സുന്നത്തുകള്. സുബ്ഹാനല്ലാഹ്, ചില ആൾക്കാരുടെ വുളൂ കണ്ടു കഴിഞ്ഞാൽ പക്ഷികൾ വന്നിട്ട് വെള്ളം എടുക്കുന്നത് പോലെ ചുണ്ടുകൊണ്ട് 2-3 ആക്കിട്ട് കയറി പോവുകയാണ്. തലയിൽ 2 തുടലൊക്കെ തൊട്ടിട്ട് കാല് കുറച്ച് വെള്ളം കോരി ഒഴിച്ചിട്ട് കൈയൊക്കെ കഴുകിയിട്ട് സദ്യ ഉണ്ടാൻ വേണ്ടി പോകുമ്പോ ബ്രാഹ്മണന്മാര് കാണിക്കുന്നത് പോലെ വെള്ളം തെളിച്ചിട്ട് അങ്ങ് പോകാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാട്ടെ. വുളൂ നല്ലതുപോലെ ചെയ്യണം. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹുമായി വല്ലാത്ത ബന്ധമുള്ള, നല്ല സൗഹൃദ ബന്ധമുള്ളവരായിരുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു
നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആളെ അയക്കും ദുആ ചെയ്യാൻ. അവിടുന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ ദുആ ചെയ്ത് ആള് തിരിച്ചു വരുന്നതിന് മുമ്പ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അസുഖം അവിടുന്ന് മാറിയിരിക്കും. അതായിരുന്നു മഹദിയുടെ കറാമത്ത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അവസാനത്തെ സമയത്ത് ഒരു പനി പിടിച്ചു, വല്ലാത്ത തലവേദന. മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ആളിനെ അയച്ചു ദുആ ചെയ്യാൻ. മഹദി അവിടുന്ന് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ പൊക്കോ, ഇനി ദുആ ചെയ്തിട്ട് കാര്യമില്ല. അദ്ദേഹം നല്ല വുളൂ ചെയ്യുന്ന ആളാ. അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ട്. അള്ളാഹു ഉന്നതമായ സ്ഥാനം അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്, അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, ഇനി ദുആയുടെ ആവശ്യമില്ല എന്ന് മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിടുകയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവസാന സമയമായി അസ്രായീൽ വന്ന് നിൽക്കുന്നു എന്നാ പറഞ്ഞത്. അസ്രായീൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഇനി ദുആ ചെയ്തിട്ട് കാര്യമില്ല, ഒരു കുഴപ്പമില്ല. ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിക്കോളും, നല്ല മരണമായിരിക്കും. കാരണം എന്താ? അദ്ദേഹം നല്ലതുപോലെ വുളൂ ചെയ്യുന്ന ആളാ. അതുകൊണ്ട് നമ്മൾ വുളൂ ചെയ്യുമ്പോ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് നിയ്യത്തൊക്കെ പറഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് വുളൂ ചെയ്യാൻ പഠിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാൻ, വുളൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താ? മൻ തവല്ലഅ ഫഹസനൽ വുളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി അതാ തഖ്റുജു മിൻ തഹ്തി അൽഫാരിഹി ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആരെങ്കിലും വുളൂ ചെയ്തു, നല്ല വുളൂ ചെയ്തു, നല്ല നിയ്യത്തൊക്കെ പറഞ്ഞ് വൃത്തിയായിട്ട് കൈയും കാലും മുഖവും ഒക്കെ നല്ല വൃത്തിയായിട്ട് അതിന്റെ ഹദ്, അതിന്റെ പരിധിയൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല വൃത്തിയായിട്ട് അവിടുന്ന് വുളൂ ചെയ്തു. എന്നാൽ ഖറജത് ഖതായാഹു, അവന്റെ പാപങ്ങൾ പുറത്തേക്ക് പോകും. മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന്, അവന്റേതായ അവയവങ്ങളിൽ നിന്ന്. അവൻ കൈകൊണ്ട് ചെയ്ത തെറ്റ്, കാലുകൊണ്ട് ചെയ്ത തെറ്റ്, കണ്ണുകൊണ്ട് ചെയ്ത തെറ്റ്, ഈ തെറ്റുകളൊക്കെ അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഏതുവരെ? ഹത്താ തഖ്റുജു മിൻ തഹ്തി അൽഫാരിഹി, അവന്റെ നഖത്തിൻ്റെതായ അടിയിൽ കൂടി, നഖത്തിന്റെ താഴെ കൂടി എല്ലാ പാപങ്ങളും ആ വെള്ളത്തോടൊപ്പം ഒലിച്ച് താഴേക്ക് പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് വുളൂഇന്റെ പ്രത്യേകത. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട വാപ്പോ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വുളൂ ചെയ്യേണ്ടത്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലടോ വുളൂ ചെയ്യേണ്ടത്, എല്ലാ ഹൈറായ കാര്യങ്ങൾക്കും അവിടുന്ന് വുളൂ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ വുളൂ ചെയ്തിട്ട് നിങ്ങൾ അവിടുന്ന് യാത്ര ചെയ്യ്. ആ യാത്രയിലുള്ള മുസീബത്തുകൾ അല്ലാഹു അവിടുന്ന് തടയുകയാണ്. എല്ലാ പ്രതിസന്ധികളും അല്ലാഹു അവിടുന്ന് തടയുകയാണ്. നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നവരാണോ, എന്നാൽ വുളൂ ചെയ്തുകൊണ്ട് കുളിച്ചിറങ്ങുമ്പോൾ വുളൂ ചെയ്തുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോകുക. ആ ജോലിയിൽ, ആ സമ്പത്തിൽ വല്ലാത്ത ബറക്കത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് വുളൂ ചെയ്താൽ, ആരെങ്കിലും വുളൂ ചെയ്താൽ, ഉറങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് വുളൂ ചെയ്താൽ, എന്നിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവന് കടന്നുപോയാൽ ആ ഉറക്കമെന്ന് പറയുന്നത് ഇബാദത്താണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എടോ, നിങ്ങൾ ഉറങ്ങുന്നത് പോലും ഇബാദത്താണ്. എങ്ങനെയാ ഉറങ്ങേണ്ടതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉറക്കമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ഉറക്കമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒരു ചെറിയ മരണമാണോ ഉറക്കമെന്ന് പറയുന്നത്. ഒരു ചെറിയ മരണമാണ്. ചില ആൾക്കാർ ഉറങ്ങിയാ പോലും അറിയില്ല. ചില ആൾക്കാർ ഉറങ്ങി അവനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയില്ല. അത്ര വലിയ ഉറക്കമാണ്.
അല്ലേ? നമ്മുടെ മക്കളൊക്കെ ചിലപ്പോ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര വിളിച്ചാലും എണീക്കൂല. നമ്മുടെ ഭർത്താവ് എത്ര വിളിച്ചാലും എണീക്കൂലല്ലേ? ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു അന്തവും കന്തവും ഇല്ലാത്ത രീതിയിൽ ഉറങ്ങും. അത്രയും പിടിവിട്ട രീതിയിൽ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ആ ഉറക്കം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് ചെറിയൊരു മരണമാണ്. എത്ര പേരാണ് ആ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, കാസർഗോഡുള്ള ഒരു ചെറുപ്പക്കാരൻ 18 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാംഗ്ലൂരിൽ നിന്ന് പഠിത്തം കഴിഞ്ഞുകൊണ്ട് ലീവിന് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരുമായി സന്തോഷം പങ്കിട്ടു. അവിടുന്ന് പങ്കിട്ടു. എന്നിട്ട് അവിടുന്ന് രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് തന്റെ റൂമിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയോ. രാത്രിയിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് റൂമിലേക്ക് കയറി പോവുകയാണ്. അവിടുന്ന് രാവിലെ വന്നുകൊണ്ട് സുബഹിക്ക് വാപ്പ വന്ന് വിളിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തത് എന്താ പറഞ്ഞ? ഒന്നാമത്തത് ഇസ്ബാഖുൽ വുളൂഇ അലൽ മകാരിഹി. ഏത് ബുദ്ധിമുട്ടുകൾ, നല്ല തണുപ്പ് വന്നു, ഉദുറൊക്കെ എന്ത് പാടായിരിക്കില്ലേ? സുബഹിക്ക് എഴുന്നേക്കാൻ തന്നെ വല്ലാത്ത പാടായിരിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മുഖവും കൈയൊക്കെ കഴിയണ്ടേ? പുതച്ചു മൂടി കിടക്ക. ഇപ്പൊ നല്ല ചൂടാണ്. ഈ ചൂടൊക്കെ മാറിയിട്ട് നല്ല തണുപ്പ് വരുന്ന സമയമുണ്ട്. ആ സമയത്ത് വുളുവെടുക്കാൻ വല്ലാത്ത പേടിയാ, വല്ലാത്ത ഭയവാ, അല്ലേ? വല്ലാത്ത മടിയാണ്. ആ സമയത്ത് നിങ്ങൾ വുളുവെടുത്താൽ നിങ്ങൾക്ക് 2 വുളുവെടുത്തതിന്റെ കൂലി, ഡബിൾ കൂലിയാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏത് ബുദ്ധിമുട്ട് ഘട്ടങ്ങൾ വന്നാലും നിങ്ങൾ വുളൂ ചെയ്യണേ, അത് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വകസറത്തുൽ ഖുതൂ പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു തന്നെ പോകണേ വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയോ, പള്ളിയിൽ നിങ്ങൾ നടന്നു പോയി നോക്ക്. നിങ്ങൾ നടന്നു പോകുമ്പോൾ ആ ഓരോ നടത്തത്തിനുമുണ്ടല്ലോ, ഓരോ കാൽപ്പടിക്കും നിങ്ങൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരികയോ. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല അവിടുന്ന് പുറത്തു തരുമെന്നോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ഇന്നാരാ നടന്നു പോകുന്നത്? അല്ലാഹുവേ, പള്ളിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ടാ വരുന്നത്. തൊട്ടടുത്ത് പോലും ആ പള്ളിയെങ്കിൽ പോലും നമ്മൾ വണ്ടി എടുത്തുകൊണ്ടല്ലേ പള്ളിയിലേക്ക് വരുന്നത്. വലിയ കൂലിയാ നഷ്ടപ്പെടുത്തി കളയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, നിന്റെ ഓരോ കാൽപ്പടിക്കും അവിടുന്ന് പ്രതിഫലമോ. നീയതാ പള്ളിയിലേക്ക് നിയ്യത്ത് വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ്. കണ്ണുപൊട്ടനായ സഹാബിയാണ്, കണ്ണ് കാണാത്ത സഹാബിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനാ പള്ളിയിൽ വന്നിരുന്നതെന്നറിയുമോ? തന്റെ വീടിന്റെ മുന്നിലതാ ഒരു കയറ് കെട്ടുകയാണ്. എന്നിട്ടതാ പള്ളിയിലേക്ക് ബന്ധിക്കുകയാണ്. എന്നിട്ടതാ കയറിൽ പിടിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാമെന്നത്. വല്ലാത്ത പ്രതിഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട വാപ്പോ. ഒരിക്കലതാ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, രാത്രി കാലങ്ങളിൽ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ് നബിയെ, എന്നെ സഹായിക്കാൻ കൊണ്ടുവരാൻ ആരുമില്ല നബിയെ എന്ന് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകരതാ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുകയോ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളാണ് പറഞ്ഞത്, അവിടുന്ന് ഒരു കയറ് കെട്ട് ഉമ്മു മക്തൂം പള്ളിയിലേക്ക് ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിൽ പിടിച്ചുകൊണ്ട് വാ ഉമ്മു മക്തൂം. അല്ലാഹുവേ, ആ കയറിൽ പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടാണ് ഉമ്മു മക്തൂം
റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നു വന്നതെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ചവിട്ടടിക്കും വല്ലാത്ത പ്രതിഫലമോ, വല്ലാത്ത പ്രതിഫലമാണ്. എന്തിനാണ് പെങ്ങളെ അത് നമ്മൾ നശിപ്പിക്കുന്നത്? എന്തിനാണ് വാപ്പ അത് നമ്മൾ നശിപ്പിക്കുന്നത്? അല്ലാഹുവേ, ഇന്ന് എല്ലാവർക്കും കൊളസ്ട്രോൾ ആണ്, ഷുഗറാണ്, പ്രഷറാണ്. എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയുമോ? രോഗത്തിന്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടുന്ന് കിടക്കുകയാണ്. എന്തുകൊണ്ടാണത് സംഭവിച്ചതെന്നറിയുമോ? ഇന്നാർക്കും നടക്കാൻ വഴിയല്ലോ, ഇന്നാർക്കും നടക്കാൻ കഴിയില്ലല്ലോ. എല്ലാവരും അവിടുന്ന് വണ്ടിയിലാ പള്ളിയിലേക്ക് പോലും അവിടുന്ന് വരുന്നത്. തൊട്ടടുത്ത് സാധനം വാങ്ങാനുള്ള കടയുണ്ടായ പോലും വണ്ടി എടുത്തുകൊണ്ട് ടൗണിലേക്ക് നമ്മൾ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, എന്നാ നീ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഓരോ നടത്തത്തിനും വല്ലാത്ത പ്രതിഫലമോ. അതുകൊണ്ട് നിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വകസറത്തുൽ ഹുദൂ ഇലൽ മസാജിദി, പള്ളിയിലേക്ക് ധാരാളം നിങ്ങൾ നടന്നു വന്നാൽ ആ നടത്തത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. ഈ ഹദീസ് അവിടുന്ന് പറയുമ്പോ സഹാബത്ത് എന്ത് ചെയ്തെന്നറിയുമോ? പള്ളിയുടെ തൊട്ടടുത്ത് ജീവിച്ചിരുന്നവരെല്ലാം അവിടുന്ന് ഒഴിഞ്ഞു പോവുകയാ. ഈ ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്തുകൾ മുഴുവനും അവിടുന്ന് ഒഴിഞ്ഞുപോയി. ദൂരെ ദൂരെ സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, സഹാബത്ത് പലരും ഇവിടുന്ന് ദൂര സ്ഥലത്തേക്ക് പോയിട്ട് താമസിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ സഹാബത്ത് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് തന്നെയല്ലേ നബിയെ പറഞ്ഞത്, ധാരാളമായി ചവിട്ടടി വെച്ചുകൊണ്ട് നടന്നു വന്നാൽ, പള്ളിയിലേക്ക് നീയത്ത് വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് വന്നാൽ ഓരോ ചവിട്ടടിക്കും വല്ലാത്ത പ്രതിഫലമാണ്. നിങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് പൊറുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലേ അങ്ങല്ലേ അവിടുന്ന് പറഞ്ഞത്. സഹാബത്ത് പോലും അവിടുന്ന് ദൂരത്തേക്ക് പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മുടെ പാപങ്ങൾ അവിടുന്ന് പൊറുക്കാനുള്ള മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വന്ദിലാരി സ്വലാത്തി ബഅദ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്താണ് മൂന്നാമത്തെ കാര്യം? വന്ദിലാറു സ്വലാത്തി ബഅദ സ്വലാത്തി, ഒരു നിസ്കാരത്തിന് ശേഷം വേറൊരു നിസ്കാരത്തിന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക. ളുഹർ നിസ്കരിച്ചു, ഇനി എന്നാൽ അസ്ർ വരെയും നിങ്ങൾ അസ്റിനെ പ്രതീക്ഷിച്ചിരിക്കുക. ഈ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞത് ചടഞ്ഞു പൂട്ടിയിട്ട് അവിടെ കാത്തിരിക്കാനല്ല, നമ്മുടെ ഖൽബിൽ മതി. അല്ലാഹുവേ, അടുത്ത അസ്ർ നിസ്കരിക്കണല്ലോ, നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാ, നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാ. ആ ഒരു ദുആയാണ് നമുക്ക് വേണ്ടത്. സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം നേടിയെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് നമ്മള്. ദുഹർ നിസ്കരിച്ചാൽ പിന്നെ അസ്റിനെ കുറിച്ചുള്ള ചിന്തയില്ല. അങ്ങനല്ല, ആ ഖൽബിൽ, നമ്മുടെ ഹൃദയത്തിൽ അടുത്ത നിസ്കാരത്തെ കുറിച്ചുള്ള ചിന്ത വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് പ്രതീക്ഷ. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം, നമ്മുടെ ഖൽബിലുണ്ടാകണം ആ പ്രതീക്ഷ. അസ്ർ നിസ്കരിച്ചാൽ മഗ്രിബിനെ നമ്മൾ പ്രതീക്ഷിക്കുക, മഗ്രിബ് നിസ്കരിച്ചാൽ ഇശാഇനെ പ്രതീക്ഷിക്കുക. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ നീ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോ അല്ലാഹുവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വേണം നീ കിടന്നു പോകാൻ. ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോ അല്ലാഹുവിനോട് നീ പറയണം, റബ്ബേ, സുബഹി നിസ്കരിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആരൊക്കെയാ പറയുന്നവര്? സുബഹി നിസ്കരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഈ സദസ്സിൽ ഇരിപ്പുണ്ടോ? സുബഹി നിസ്കരിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി കുറച്ച് ആൾക്കാരുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുബഹി നിസ്കരിക്കാൻ ആഗ്രഹത്തോടുകൂടി കിടന്നുറങ്ങുക, അതാണ് ഒരു ഈമാനുള്ളൊരു മനുഷ്യന്റെ അടയാളമാണത്. ഈമാനുള്ളൊരു മനുഷ്യന്റെ അടയാളം. ഇശാ നിസ്കരിച്ചു, ഇശായൊക്കെ നിസ്കരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകുമ്പോ, ദിക്റൊക്കെ ചൊല്ലിയിട്ട് കിടക്കുമ്പോ ആ കിടത്തത്തിൽ അല്ലാഹുവേ, സുബഹി നിസ്കരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. വലിയ ബർക്കത്താ. എടാ, നീ ആ സമയത്തെങ്ങാണം നീ മരിച്ചു പോയാലുണ്ടല്ലോ, ആ ഉറക്കത്തിലെങ്ങാണം നീ മരണപ്പെട്ടു പോയാൽ ആ സുബഹിയുടെ പ്രതിഫലവും നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ആ സുബൈയുടെ നീ നിസ്കരിച്ചിട്ടില്ല, പക്ഷെ ആ സുബൈയുടെ പ്രതിഫലം അല്ലാഹു തആല തരും. അല്ലാഹു നമുക്ക് ഇപ്പൊ ഹജ്ജിന്റെ സീസണൊക്കെ അല്ലേ, എത്രയോ ഹാജിമാരെ ഹജ്ജിന് വേണ്ടിയിട്ട് പോയി. എന്റെ പ്രിയപ്പെട്ടവര്, വല്ലാത്തൊരു അത്ഭുതം എന്താണെന്നറിയോ? ഇപ്പോഴും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പണമുള്ള കയ്യിൽ പണവും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അള്ളാഹു ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു തൗഫീഖാണ്. ഹജ്ജ് ചെയ്യാന്നുള്ള തൗഫീഖ്, അത് നിയ്യത്ത് ചെയ്യണം. അത് സമ്പത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിയ്യത്ത് ചെയ്യണം. അപ്പോഴാണ് ആ തൗഫീഖ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടല്ലേ മഹാനായ തഴവ ഉസ്താദ് അവിടുന്ന് പാടിയത്, നിയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. അല്ലാഹുവേ, ഹജ്ജിന് വേണ്ടിയിട്ട് നിർബന്ധമാക്കിയ ഒരുപാട് ആൾക്കാരുണ്ടോ? ലക്ഷക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാപ്പമാരുണ്ടോ? എന്തേ വാപ്പോ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിണി പാപങ്ങളായ വാപ്പമാര് പോലും ഹജ്ജിനവിടുന്ന് കടന്നു പോവുകയോ. അല്ലാഹുവേ, നല്ലതുപോലെ ഖൽബിനകത്ത് അല്ലാഹുവിനോടുള്ള ഇഷ്ടം അവിടുന്ന് കടന്നു വരണമടോ. ആ ഒരു നിയ്യത്ത് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ, ഹജ്ജ് ചെയ്യാനുള്ള ആഗ്രഹം നമ്മുടെ ഖൽബിൽ കൊണ്ടുവന്നാൽ, ഒന്ന് ദുആ ചെയ്തു നോക്ക്, അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്തെന്നറിയുമോ? ഹജ്ജ് ചെയ്യാൻ നിർബന്ധമായ മനുഷ്യന്മാര് പോലും അവിടുന്ന് ഉംറ ചെയ്യാൻ പോവുകയാ. ഉംറയിൽ ഒതുക്കുന്ന ആൾക്കാര് ഹജ്ജ് ചെയ്യൽ നിർബന്ധമായ ഒരു മനുഷ്യനാണ്. അപ്പൊ ഹജ്ജ് ചെയ്തേ പറ്റൂ. പക്ഷെ ഇന്ന് ചെയ്യുന്ന ചില പരിപാടി എന്നറിയാം, അള്ളാനെ പറ്റിക്കുന്ന പരിപാടി. എന്താണെന്നറിയോ? ഹജ്ജ് ചെയ്യൽ നിർബന്ധമായ മനുഷ്യന്മാര് പോലും, അതെ ഞാൻ നാളെ ഉംറയ്ക്ക് പോവുക, ഞാൻ ഉംറയ്ക്ക് പോവാട്ടോ, ദുആ ചെയ്യണേ. ആരായി പറയുന്നത്? ഹാജിയാരാകേണ്ട ആളാണിത്, ഹജ്ജ് ചെയ്യേണ്ട ആളാണിത്. മക്കളും വലിയ വ്യവസായികളാ, പാരമ്പര്യമായ സ്വത്തുക്കൾ ഇഷ്ടം പോലുണ്ട്, എന്നിട്ട് പോലും ഹജ്ജിന് പോവില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാര് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പാ, ആ കഅബയുടെ ഒക്കെ നമുക്ക് പോകണ്ടേ, ആ സംസം നമുക്ക് കുടിക്കണ്ടേ, സയ്യി ചെയ്യണ്ടേ, അറഫയിൽ നിൽക്കണ്ടേ, പാപങ്ങൾ പൊറുക്കണ്ടേ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മഖബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ലാ ജസാഅ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ ഒരു പ്രതിഫലം അദ്ദേഹത്തിനില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ലാ ജസാഅ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമാ അവരുടെ പ്രതിഫലം. കാരണം എന്താ? അവരുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹജ്ജിന് വേണ്ടിയിട്ട് കടന്നു പോകുന്നവര്, അല്ലാഹുവേ, ഹജ്ജിന് വേണ്ടിയിട്ട് അവിടുന്ന് കടന്നു പോകുന്നവരുണ്ട്. അല്ലാഹുവേ, അവിടുന്ന് ഹലാലായ മുതലോടുകൂടി കടന്നു പോകുന്ന ഒരുപാട് ഹാജിമാർ, അവരുടേതായ ഹജ്ജ് നീ മഖബൂലും മബ്റൂറുമാക്കണേ അല്ലാ. ഈ പാപങ്ങളായ ഞങ്ങൾക്ക് അവിടുന്ന് തൗഫീഖ് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുന്ന് പറഞ്ഞു വന്നത്, അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ്. അല്ലാഹുവേ, നീ ഇവിടുന്ന് നിസ്കാരത്തെ പ്രതീക്ഷിക്കുക, നല്ലതുപോലെ നിയ്യത്ത് ചെയ്യുക. ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് നിയ്യത്ത് ചെയ്യുക. ഉംറയ്ക്ക് പോകാൻ കഴിവുള്ളവരവിടുന്ന് ഉംറയ്ക്ക് നിയ്യത്ത് ചെയ്യുക. സ്വതക്ക ചെയ്യാൻ കഴിവുള്ളവരവിടുന്ന് സ്വതക്ക കൊണ്ട് നിയ്യത്ത് ചെയ്യുക. ഏതൊക്കെ നല്ല പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവിടുന്ന് നിയ്യത്ത് ചെയ്താൽ, അത് ചെയ്തില്ല എങ്കിൽ പോലും അവിടുന്ന് പ്രതിഫലം കിട്ടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം അവിടുന്ന് പ്രതീക്ഷിച്ചു കൊള്ളുക. ഒരു നിസ്കാരത്തിന് ശേഷം അവിടുന്ന് നിസ്കാരത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അല്ലാഹുവേ, നിസ്കാരത്തിന്റെ സമയമായ പോലും പള്ളിയുടെ മുന്നിൽ കൂടി നടന്നു പോയാ പോലും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാര്, നമ്മുടെ മക്കൾ നിസ്കരിക്കാതെ അവിടുന്ന് നടക്കുകയല്ലേ. വാപ്പയോട് അവിടുന്ന് പറയാ, വാപ്പ അവിടുന്ന് സുബഹി നിസ്കരിക്കാൻ വരുന്നവരാണല്ലോ, നിങ്ങൾ ഓരോരുത്തരും അവിടുന്ന് സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്
വരുമ്പോ 18ഉം 20ഉം 25ഉം വയസ്സുള്ള നിങ്ങളുടെ മക്കള് റൂമിൽ കിടന്നുകൊണ്ടുറങ്ങുകയാണ്. അവരതാ റൂമിൽ കിടന്നുറങ്ങുകയാണ്. അവരെ ഒന്ന് വിളിക്കാൻ നിനക്ക് കഴിയുമോ? എന്തുകൊണ്ട് വിളിക്കുന്നില്ല വാപ്പാ? എന്തുകൊണ്ട് നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നില്ല വാപ്പാ? അല്ലാഹുവേ, നിസ്കാരത്തെ വളരെ മോശമായി കാണുകയാണ്. നിസ്കാരത്തെ വളരെ വില കുറച്ചുകൊണ്ട് കാണുകയാണ്. നിസ്കാരത്തെ അവിടുന്ന് നിസ്സാരമായി കാണുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അല്ലാഹുവേ, സഹാബത്ത് ഇവിടെ വന്നുകൊണ്ട് ചോദിക്കുമായിരുന്നു, അലിയേ, എന്തേ അലിയേ നിന്റെ മുഖം വല്ലാതെ ചുമന്നിരിക്കുന്നത്? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന് വല്ലാതെ വ്യത്യാസം വരികയോ, അലി റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് വിറയ്ക്കുകയാണ്, മുഖം അങ്ങനെ ചുമന്ന് തുടുക്കുകയാണ്. അലിയോട് ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, അലിയേ, എന്തേ അലിയേ വല്ലാത്ത മുഖത്തിന് വല്ലാത്ത ചുമപ്പ് വരുന്നത്? അലിയേ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തിനോട് അവിടുന്ന് പറയുകയാണ്, സഹാബോ, നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ, നിസ്കാരത്തിന്റെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ എന്റെ ശരീരം അവിടുന്ന് വല്ലാതെ വിറയ്ക്കുമോ? എന്റെ ശരീരം അവിടുന്ന് വിറയ്ക്കുകയാണ്. എന്റെ മുഖവും എന്റെ ശരീരം അവിടുന്ന് ചുമന്നു തുടുക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് നമുക്ക് തന്ന ഉത്തരവാദിത്തമോ? അല്ലാഹു ഓരോ മനുഷ്യനും അവിടുന്ന് തന്ന ഉത്തരവാദിത്തമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് ഓരോ മനുഷ്യനും നാളെ ഖബറിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നതോ, നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നാളെ നിസ്കാരമില്ലാതെ കടന്നു പോകാൻ കഴിയില്ലടോ. അതുകൊണ്ട് നിസ്കാരം ഓരോരുത്തരും അവിടുന്ന് വീട്ടേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, പ്രായപൂർത്തിയായ നമ്മുടെ മക്കളുണ്ടല്ലോ, വീട്ടിൽ കടന്നുകൊണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് വീട്ടിൽ കടന്നുകൊണ്ട് ഗെയിം കളിക്കുന്ന മക്കള്, മൊബൈൽ നോക്കുന്ന മക്കള്, TV കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാര്യമാര്, എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ ബർക്കത്ത് കിട്ടുന്നത്? എങ്ങനെയാ നമ്മുടെ കുടുംബത്തിന് ബർക്കത്തുണ്ടാകുന്നത്? എങ്ങനെയാ നമ്മൾ പോകുന്നിടത്ത് ഇഴുമ്പേറ്റമുണ്ടാകുന്നത്? എന്റെ പ്രിയപ്പെട്ട വാപ്പോ, നിസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ, നിസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നാൽ തന്നെ പ്രതിഫലമാ. പിന്നെ നിസ്കരിച്ചാലുള്ള ഗുണം എന്താണെന്നറിയുമോ? അല്ലാഹുവേ, റഹ്മത്തിന്റെ മലായികത്തുകൾ അവിടുന്ന് കടന്നു വരികയോ, റഹ്മത്തിന്റെ മലായികത്തുകൾ അവിടുന്ന് കടന്നു വരികയാണ്. നിസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് വേണ്ടിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുമെന്ന്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ, മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് മലായികത്തുകൾ വന്നുകൊണ്ട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിർത്താനുള്ള സമയമായ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്ന കാര്യം, മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്, നബിയേ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ? എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ നബിയേ? മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ദുആ ചെയ്യാൻ പറയാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ദുആ ചെയ്യുകയാണ്. എല്ലാ സമയങ്ങളിലും, എല്ലാ 5 നേരത്തും നിസ്കാരം കഴിഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട് ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി മാത്രം അവിടുന്ന് ദുആ ചെയ്യണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വാശി പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ദുആ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നബിയെ, ആരോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നിന്നോടാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മടിയിൽ കിടക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ എനിക്ക് വേണ്ടി ദുആ ചെയ്യ് നബിയെ. അല്ലാഹുവേ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ നീ ആയിഷക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിക്കുകയാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചിരിക്കുകയാണ്. ചിരിച്ച് ചിരിച്ച് മടിയിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. എന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ടോ, ആയിഷ എന്തുകൊണ്ടാണ് നീ ചിരിച്ചത്, എന്തുകൊണ്ടാണ് നീ ചിരിച്ചത് ആയിഷ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമല്ലോ നബിയേ. അങ്ങല്ലേ അവിടുന്ന് ദുആ ചെയ്തത്, അങ്ങയുടെ ദുആയിനെ അല്ലാഹു തട്ടിമാറ്റില്ലല്ലോ നബിയേ. അങ്ങ് അവിടുന്ന് ദുആ ചെയ്തപ്പോൾ എന്റെ പാപങ്ങൾ അവിടുന്ന് പുറത്തു തരികയാണ്. പാരത്രികമായ ലോകത്ത് ഞാൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വാദ് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുകയാണ്, ആയിഷ എന്തേ നീ ഇത് പറയാനുള്ള കാരണം എന്തേ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് നമ്മൾ ഓരോരുത്തരും അവിടുന്ന് കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ മഹ്ശറയിലേക്ക് നമ്മൾ ഓരോരുത്തരും അവിടുന്ന് വന്നു നിൽക്കുകയോ. ഒരുപാട് വിഭാഗത്തിലുള്ള മനുഷ്യന്മാർ അവിടുന്ന് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയുടെ രൂപത്തിൽ, പേപ്പട്ടയുടെ രൂപത്തിൽ, അല്ലാഹുവേ പന്നിയുടെ കോലത്തിലോ ഉഹുദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് കടന്നു വരുന്നവര്, പിൻദ്വാരത്തിലും മുൻദ്വാരത്തിലും കൊടുകുത്തിയിട്ട് കിടന്നു വരുന്നവരോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സമുദായത്തിലുള്ളവരും അവിടുന്ന് കടന്നു വരുമ്പോൾ എല്ലാവരും അവരോട് ശരീരത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് മോടുകയാണല്ലോ. എല്ലാവരും അവിടുത്തെ ശരീരത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് മോടുകയാണല്ലോ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയാ, മഹ്ശറയിലോ എത്ര നന്മകൾ ചെയ്താലും, എത്ര നന്മകൾ ചെയ്താലും ഒന്നും ചെയ്യാത്തവരെ പോലെയാണല്ലോ നബിയേ. അങ്ങ് അവിടുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നബിയേ, ഉഹുദ് മലയോളം നന്മകളുമായിട്ട് നാളെ പടച്ചവന്റെ പരലോകത്ത് പോയാൽ ഐസ് പോലെ അലിഞ്ഞു പോകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകര് അങ്ങ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ. അതിന്റെ കൂടെ പാപക്കറകളുമായിട്ട് കടന്നു ചെന്നാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ലോ, ഒരിക്കലും നമ്മൾ അവിടുന്ന് രക്ഷപ്പെടില്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങവിടുന്ന് ദുആ ചെയ്താൽ, അങ്ങവിടുന്ന് ദുആ ചെയ്താൽ എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് എനിക്കറിയാമല്ലോ നബിയേ. അതുകൊണ്ട് സന്തോഷം കൊണ്ട് ചിരിച്ചതാണ്, അതുകൊണ്ട് സന്തോഷം കൊണ്ട് ചിരിച്ചതാണ് എന്ന് അല്ലാഹുവേ മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാർ, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു നടക്കണ്ട, ഒരുപാട് നിസ്കരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു നടക്കണ്ടോ. എന്റെ പ്രിയപ്പെട്ടവര്, മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഒരായത്ത് കേട്ടപ്പോഴാണ് അലറി വിളിച്ചുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നുകൊണ്ട് ഖബർ വിട്ടുകയോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത് അവിടുന്ന് കേൾക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു ഖബർ അവിടുന്ന് വിട്ടുകയാണ്. അല്ലാഹുവേ, ഖബർ വെട്ടിയിട്ട് പിന്നെ ജീവിതം മുഴുവനും ആ ഖബറിലായിരുന്നു. 6000-ഓളം ഖത്തമ ഖബറിൽ നിന്ന് കൊണ്ടോതിയത്, 6000-ഓളം ഖത്തമ ഖബറിൽ നിന്ന് കൊണ്ടോതിയത്. ഏതായത്തെന്നറിയുമോ, ഏതാ സൂറത്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേൾക്കുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതായ ആയത്തുണ്ടല്ലോ. എത്ര ഞെളഞ്ഞെന്ന് പറഞ്ഞാലും, അഹങ്കരിച്ചെന്ന് പറഞ്ഞാലും, കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെന്ന് പറഞ്ഞാലും, അല്ലാഹുവേ
എല്ലാ അഹങ്കാരങ്ങളും എവിടെ വെച്ച് വരെ തീരുമെന്നറിയുമോ? അസ്രായിൽ നിന്റെ പടിവാതിക്കലേക്ക് കടന്നു വന്നാൽ, അസ്രായിൽ നിന്റെ പടിവാതിക്കലേക്ക് കടന്നു വന്നാൽ അവിടെ തീർന്നടാ ചെറുപ്പക്കാരോ. എല്ലാ അഹങ്കാരങ്ങളും അവിടെ അവസാനിക്കുകയാണ്, എല്ലാ ധിക്കാരങ്ങളും അവിടെ അവസാനിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനിയന്മാരുണ്ട്, കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ. അസ്രായിൽ നിന്നെ പിടിച്ചുകൊണ്ട് നീ മയ്യത്തായിട്ട് കടന്നു പോകുമ്പോ എല്ലാവർക്കും നിലവിളിക്കാൻ മാത്രമേ കഴിയുള്ളൂ ചെറുപ്പക്കാരോ. എല്ലാവർക്കും നിലവിളിക്കാൻ മാത്രമേ കഴിയുള്ളൂ ചെറുപ്പക്കാരോ. അല്ലാഹുവേ, നിന്റെ മക്കൾ അവിടെ കടന്നുകൊണ്ട് കരയുകയോ, നിന്റെ ഭാര്യ ഇവിടെ കടന്നുകൊണ്ട് കരയുകയോ, നിന്റെ സന്താനങ്ങൾ അവിടെ കടന്നുകൊണ്ട് കരയുകയോ, അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഉണ്ടാക്കിയതായ കോടിക്കണക്കിനുള്ള സ്വത്തുക്കളുണ്ടല്ലോ, എല്ലാം അവിടുന്ന് മറ്റുള്ളവർ കയ്യേറുകയാണ്, എല്ലാം മറ്റുള്ളവരുടേതായ അധികാരത്തിലേക്ക് പോവുകയാണ്. അതാ പൂനുതുണ്ട് തുണിയുമായിട്ട് ഖബറിലേക്ക് നീ അവിടുന്ന് കടന്നു പോവുകയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകരോ അതാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവിടുന്ന് കേട്ടപ്പോൾ നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. ഖബർ വെട്ടിയിട്ട് ഖബറിലാണ് അവിടുത്തെ ജീവിതമെന്ന് പറയുമ്പോൾ അല്ലാഹുവേ, എത്രത്തോളം അമൽ ചെയ്താൽ, എത്രത്തോളം അമൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഹാജിയാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞുകൊണ്ട് നടക്കുന്നവര് എല്ലാം അതാ പടച്ചവന്റെ പരലോകത്തേക്ക് പോകുമ്പോൾ ഐസ് അലിഞ്ഞു പോകുന്നത് പോലെ അലിഞ്ഞു പോകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു തആല നമ്മൾ കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പിരിവൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഈ സദസ്സിലിരിക്കുന്ന കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരും സഹോദരങ്ങൾ ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അതെല്ലാം മാറ്റി റാഹത്തിലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, പടച്ച റബ്ബേ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളോ അറിഞ്ഞുകൊണ്ട് അറിയാതെ കണ്ട് രഹസ്യമായി പരസ്യമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളോ അല്ലാഹുവേ, മജ്ലിസിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് വരെയും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും അല്ലാഹ് ഈ മജ്ലിസിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. നിന്റെ ഇൽമ പറഞ്ഞ മജ്ലിസാണ്, നിന്റെ മഹത്തുക്കളുടെ മജ്ലിസാണ്, നിന്റെ മഹത്തുക്കളുടേതായ അർവാഹുകൾ ഹാദറാകുന്ന മജ്ലിസാണ് അല്ലാഹുവേ. ഇൽമിന് വല്ലാത്ത മഹത്വമാണല്ലോ. ഇൽമിൻ്റെതായ സദസ്സിലിരുന്നാ പോലും അല്ലാഹുവേ നീ പാപങ്ങൾ പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞതാണല്ലോ. പടച്ച റബ്ബേ, ആ പ്രതീക്ഷയോടെ ഇൽമിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾ കടന്നു വന്നവരാണ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്.
ഒന്നും നീ ഖബറിലേക്ക് മാറ്റിവെക്കല്ലേ റബ്ബേ, ഒന്നും നീ മഹ്ശറയിലേക്ക് മാറ്റിവെക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്തു പോയി തമ്പുരാന്, അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു വെച്ച ഒരുപാട് നന്മകളോ, നിസ്കാരങ്ങള്, നോമ്പുകള്, ഹജ്ജുകള്, ഉംറകള്, അല്ലാഹുവേ, അങ്ങനെ ഒരുപാട് അമലുകളോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അതിലൊരുപാട് പോരായ്മകളുണ്ടെന്നറിയാം റബ്ബേ, അതിലൊരുപാട് പോരായ്മകളുണ്ടെന്നറിയാം തമ്പുരാന്. ഞങ്ങളെ നിസ്കരിച്ച നിസ്കാരത്തിൽ നീയൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തകർന്നു പോകുന്ന നിസ്കാരമോ എങ്കിലും അല്ലാ, നിന്റെ കാരുണ്യം കൊണ്ട് നീ സ്വീകരിക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്നവര് വരാത്തവര്, ഇതിനു വേണ്ടി ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, വല്ലാത്ത ദാരിദ്ര്യമാണ് റബ്ബേ, കുടുംബത്തിൽ വല്ലാത്ത പ്രയാസമാണ് അല്ലാ. അല്ലാഹുവേ, ദാരിദ്ര്യങ്ങളും പട്ടിണികളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവര്, കടം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവര്, പടച്ച റബ്ബേ, കടം കാരണമായിട്ടൊരു മനുഷ്യന്റെ മുഖത്തേക്ക് പോലും ഞങ്ങൾക്ക് നോക്കാൻ കഴിയുന്നില്ല അല്ലാ. ഞങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്നില്ല അല്ലാ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ സലാമത്തിലാക്കി തരണേ അല്ലാ. ഖൈറിന്റെ കവാടം തുറന്നു തരണേ അല്ലാ. ഖൈറിന്റെ കവാടം തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങള്, ജോലികള്, ഞങ്ങളുടെ മഈശത്തുകള് റബ്ബേ, എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റബ്ബേ, ഈ നാട്ടില് പണിയെടുക്കുന്ന ഒരുപാട് ബാപ്പമാരുണ്ട്, ഇക്കാമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാം വല്ലാത്ത പ്രയാസത്തിൽ അവിടുന്ന് കടന്നു പോവുകയാണ്. എല്ലാം നീ ബറക്കത്തിലാക്കണേ തമ്പുരാനെ, ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കള് റബ്ബേ, അവര് കുടുംബമായി കുഞ്ഞുമക്കളുമായി ജീവിക്കുകയാണ് അല്ലാ. അവരുടെ ജീവിതത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങള്, ദാരിദ്ര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് പഠിച്ചിട്ട് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതുവരെയും ഒരു ജോലി കിട്ടിയിട്ടില്ല. ഗൾഫിലേക്ക് വിസിറ്റിംഗ് വിസ എടുത്തുകൊണ്ട് പോയ ഞങ്ങളുടെ മക്കളുണ്ട്. അല്ലാഹുവേ, നാട്ടിലെ കടമാണ്, പ്രയാസമാണ്, സ്വന്തമായിട്ടൊരു ഭവനം പോലുമില്ല, ഭൂമിയില്ല, വല്ലാത്ത പ്രയാസത്തിൽ കഴിയുകയാണ്. വലിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെ മക്കൾ ഇതാ ഗൾഫിലേക്ക് പോയതാണ്. അല്ലാഹുവേ, ആ മക്കളുടെ ജീവിതം ഖൈറിലാക്കണേ അല്ലാ. അവർക്ക് അനുയോജ്യമായൊരു ജീവിതം, ഒരു നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കള്, ഞങ്ങൾക്ക് താങ്ങും തണലുമായ ഞങ്ങളുടെ മാതാപിതാക്കള്, അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഞങ്ങളുടെ മാതാപിതാക്കള്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കള് മരണപ്പെട്ടു പോയവര്, ഭാര്യ മക്കള്, കുടുംബത്തിൽപ്പെട്ടവര്, വളരെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, വെള്ളം തന്നവര്, സഹായിച്ചവര്, കൂടെ നിന്നവര്, അല്ലാഹുവേ, ഒരു കാര്യങ്ങളെ കൊണ്ട്, ഒരു ചിരി കൊണ്ടുപോലും നന്മകള് ചെയ്തവര്, അല്ലാഹുവേ, ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നവര്, അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദന്മാര്, ഗുരുനാഥന്മാര്, ഞങ്ങളുടെ മശായിഖന്മാർ, അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ച റബ്ബേ,
അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിലേക്ക് വന്ന ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര് ചെറുപ്പക്കാര് ഇതിനു വേണ്ടി പണിയെടുത്തവർ ഇതിനു വേണ്ടി ഓടി നടന്നവര് രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ഇതിനു വേണ്ടി അധ്വാനിച്ചവര് അല്ലാഹുവേ അല്ലാഹുവേ ഇത് ജനങ്ങളിലേക്ക് എത്തുന്ന സംപ്രേഷണം ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാനവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ ബുറാക്ക് മീഡിയ അല്ലാഹുവേ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ ഇതൊരു നല്ല സ്വാലിഹായ അമലാക്കി സ്വീകരിക്കണേ അല്ലാ അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അവര് ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ ഓരോ സെക്കൻഡ് സമയങ്ങളും ഇതിനു വേണ്ടി ചിലവഴിച്ചത് അതെല്ലാം അർഹമായ പ്രതിഫലമായി നീ കൂട്ടണേ അല്ലാ നാളെ സ്വർഗീയ ആരാമത്തിലേക്ക് കേറാനുള്ള പാതയമായി അതൊരു കാരണമായി നീ കൂട്ടണേ തമ്പുരാന് അത് കാരണമായി ദുനിയാവും ആഖിറവും നീ ഖൈറിലാക്കണേ അല്ലാ ബറക്കത്തിലാക്കണേ അല്ലാ കടങ്ങളും ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നു കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നു ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അല്ലാഹുവേ ഒരുപാട് രോഗങ്ങളെ കൊണ്ടിന്ന് അല്ലാഹുവേ കഷ്ടപ്പെടുകയാണ് അല്ലാഹുവേ എല്ലാവർക്കും ഹൃദ്രോഗമാണ് ക്യാൻസർ ആണ് ട്യൂമറാണ് കിഡ്നി സംബന്ധമായ രോഗങ്ങളാണ് അല്ലാഹുവേ ചെറിയ മക്കൾക്കടക്കം ക്യാൻസർ വന്നിട്ടു അല്ലാഹുവേ ഒരു നേരമൊന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത മക്കളുണ്ട് ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മക്കളുണ്ട് ക്യാൻസർ പിടിച്ച പൊന്നുമോനോട് ചോദിച്ചു മോനെ നിന്റെ ആഗ്രഹം എന്താണടാ പൊന്നുമോര് ആ കുഞ്ഞുമോനോട് അവിടുന്ന് ചോദിക്കുമ്പോൾ ആ പൊന്നുമോൻ അവിടുന്ന് പറഞ്ഞത് ഉപ്പ് ചേർത്ത് നല്ലൊരു ആഹാരം കഴിക്കാനോ നല്ലൊരു ഭക്ഷണം കഴിക്കാനോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുമ്പോൾ നമ്മൾ ആരാ ചെറുപ്പക്കാരോ അല്ലാഹുവിന്റെ ഒരു മുസീബത്ത് വന്നാ നമ്മൾ തകർന്നു പോകുമല്ലോ പൊന്നുമോര് അല്ലാഹുവേ ശിഫയാക്കണേ അല്ലാ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ആരോഗ്യം നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ അങ്ങനെയുള്ള മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ അല്ലാഹുവേ ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ട ഹാജിമാര് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഞങ്ങളുടെ വാപ്പമാരും ഉമ്മമാര് അല്ലാഹുവേ സഹോദരങ്ങള് എല്ലാവരുടെയും ഹജ്ജ് നീ കബൂലാക്കണേ അല്ലാ മഖബൂലും മബ്റൂറുമാക്കണേ അല്ലാ അവരുടെ യാത്രയിലെ ബറക്കത്ത് നൽകണേ അല്ലാ അവർ അമലുകൾ മുഴുവനും ചെയ്യാനുള്ളതായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ എല്ലാം ഓടി നടന്നുകൊണ്ട് ചെയ്യാൻ ആരോഗ്യം കൊടുക്കണേ അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ലാ പടച്ച റബ്ബേ നല്ല സ്വീകരിക്കുന്ന ഹജ്ജ് ചെയ്തിട്ട് കടന്നവരാർ തന്റെ കുടുംബത്തെ കാണാൻ നല്ല ഖൈറായ രൂപത്തിൽ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ ഈ സദസ്സിലിരിക്കുന്ന പലർക്കും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട് റബ്ബേ ഞങ്ങൾ 5 നേരം തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന കഅബാലയം ഒന്ന് കാണാൻ ആ സംസം കിണറൊന്ന് കാണാൻ ആ ഹജറുൽ അസ്വദ് ഒന്ന് കാണാൻ ആ സഫാ മർവയൊന്ന് കാണാൻ അല്ലാഹുവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയ സഹാബത്ത് നടന്നുപോയ ആ വീതികളൊന്ന് കാണാൻ ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അല്ലാ അവിടുന്ന് മദീനത്തേക്ക് കടന്ന് റൗള ശരീഫിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലാം പറയാൻ അവിടെ ഇരുന്നു കൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോട് കൂടി എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ് ഞാനും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ് വാഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته.